ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ആ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അറിയിക്കുവാൻ കർത്താവിടയാക്കിയതിനെ ഓർത്ത ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനം സങ്കീർത്തനം 105-3 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, അവൻ്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിപ്പിൻ. യഹോവയെ അന്വേഷിക്കുന്ന ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയും അവൻ്റെ ബലത്തെയും തിരുവിൻ, അവൻ്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പിൻ. ഇന്ന് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാവരെയും കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കൃപയാൽ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന ഈ ആരാധന എല്ലാവർക്കും കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കിത് അനുഗ്രഹമാണെങ്കിൽ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുവാൻ മടിക്കരുത്. കഴിയുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനുഗ്രഹമാണെങ്കിൽ. അതല്ലെങ്കിൽ ചെയ്യണമെന്ന് പറയുന്നില്ല. പ്രത്യേകിച്ച് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പലരെയും മുഖാമുഖം അറിയില്ലെങ്കിലും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ മുഖാമുഖം കണ്ടില്ലെങ്കിലും ഒരിക്കൽ ദൈവസന്നിധിയിൽ നമുക്ക് തമ്മിൽ കാണുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വമേറിയ നാമം ഇന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലിനും അനുഗ്രഹത്തിനും ദൈവരാജ്യ വിസ്തുതിക്കും നിത്യയുടെ അവകാശത്തെ തീരുവാനൊരു മുഖാന്തരമാക്കി ദൈവം മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി வாழ்த்துக
ദേവാധിദേവൻ കർത്താധികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ യേശു ദേവാധിദേവൻ കർത്താധികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ യേശുവേ ആശ്രയിപ്പാൻ ആശ്വാസമായി നീ മതി എത്ര പറയും ആശ്രയിപ്പാൻ കൊള്ളാകുന്ന ഒരുവനുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. യോഗ്യനാണ് ആശ്വാസം നീ മാത്രം മതി നീ മതി എന്നുമേ. എല്ലാ ദുഃഖങ്ങളെയും മാറ്റുവാൻ കഴിയുന്നവൻ എല്ലാം അകറ്റും രാജാധിരാജൻ പാലും തണലും നീ മാത്രം അല്ലരെല്ലാം അകറ്റും രാജാധിരാജൻ പാലും തണലും നീ മാത്രം. ഒന്നായി ചേർന്നു വണങ്ങി നമിക്കാം നമുക്കായി കരുതുന്ന ദൈവത്തെ. നാം ഒന്നായി ചേർന്നു വണങ്ങി നമിക്കാം നമുക്കായി കരുതുന്ന ദൈവത്തെ. മനമേ സ്തുതിക്കലിൻ നാഥനെ ഉള്ളമേ വാഴ്ത്തുക നന്ദിയോടെ. മനമേ സ്തുതിക്കലിൻ നാഥനെ എന്നുള്ളമേ വാഴ്ത്തുക ദേവാധിദേവൻ കർത്താധികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ അവൻ. ദേവാധിദേവൻ കർത്താധികർത്തൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആരാധനയും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ 10,000 അതിശ്രേഷ്ഠൻ. ഹല്ലേലൂയ. അവനെ പോലെ മറ്റൊരുവൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകുകയുമില്ല. ആദിയും അനന്തവുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ, സർവ്വത്തിന്റെ മേലും അധികാരമുള്ളവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത് ആ നാമത്തെ ഇത് ഉയർത്താം. ഹല്ലേലൂയ. അവനാൽ അസാധ്യമായി ഒന്നുമില്ല. ആ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നുവെങ്കിൽ ഇന്ന് സ്തോത്രം. സകലത്തിൻ്റെ മേലും നിയന്ത്രണമുള്ളവൻ, അവൻ കാറ്റിനെയും കടലിനെയും അടക്കിയവൻ. ആമേൻ. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ ജീവിതത്തിന് മേൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത് ആ തിരുനാമത്തെ ഉയർത്താം. ആ നാമം ഇന്ന് പകൽ ഉയരട്ടെ. സ്തോത്രം. മറ്റെല്ലാ ചിന്തകളെയും വിട്ടുകൊണ്ട് ആ തിരുമുഖത്തേക്ക് നോക്കാം. നമ്മുടെ വിശ്വാസത്തിന്റെ നായകന്റെ മുഖത്തേക്ക് നോക്കാം. മറ്റെല്ലാ ചിന്തകളും എല്ലാ ഭയങ്ങളും യേശുവിന്റെ നാമം സകല ഭയത്തെയും കർത്താവ് നീക്കുന്നത് തിരുവചനം പറയുമ്പോൾ ആ മുഖത്തേക്ക് നോക്കുന്നത് പ്രകാശിതരായി തീരുന്നു. ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ ഒരിക്കൽ കൂടി മഹത്വം കൊടുക്കാം. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. വന്ദനമേ യേശു രക്ഷകൻ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ, വന്ദനത്തിനെന്നും യോഗ്യനേ. എന്നിൽ നീ പങ്കടാൽ നിന്നുടെ വന്ദനം എന്നോമൻ ഗാനമാം, നിന്നുടെ വന്ദനം എന്നോമൻ ഗാനമാം. നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ പങ്കടാൽ, നിന്നനുഗ്രഹങ്ങൾ എന്നിൽ നീ പങ്കടാൽ, നിന്നുടെ വന്ദനം എന്നോമൻ ഗാനമാം, നിന്നുടെ വന്ദനം എന്നോടെ ഗാനമാം.
വന്ദനമേശുരക്ഷകനെന്നായകനെ കാൽവരി ദർശനം കാണുന്നൻ മുൻപിലായി കാൽവരി ദർശനം കാണുന്നൻ മുൻപിലായി അന്തിനാലുള്ളവൻ കണ്ണും നിറയുന്നേ അന്തിനാലുള്ളവൻ കണ്ണും നിറയുന്നേ വന്ദനമേശുരക്ഷകനെന്നായകനെ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും മൗനമേ നിന്നുടെ കാരുണ്യം പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം പൊന്നു മഹേശ്വരേ നിന്നുടെ കാരുണ്യം സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ വന്ദനമേശുരക്ഷകനെന്നായകനെ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാകുവാൻ ശാപമായി തീർന്നോനെ നീതിമാനാകുവാൻ ശാപമായി തീർന്നോനെ പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാകുവാൻ ശാപമായി തീർന്നോനെ നീതിമാനാകുവാൻ ശാപമറിഞ്ഞോനെ രക്ഷകനായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ ഇളകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം പരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും പരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും ഇളകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം ഇളകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം പരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും പരനോട് കൂടെ ഞാൻ ഇളകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം ഇളകാത്ത രാജ്യമാം സിയോനിൻ സ്വന്തമാം പരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും പരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും വന്ദനമേശുരക്ഷകനെന്നായകനെ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ പരിശുദ്ധ ജീവിതം പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം പരലോക തുല്യമെൻ വിശ്വാസ സേവനം പരലോക തുല്യമെൻ വിശ്വാസ സേവനം പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം പരലോക തുല്യമെൻ വിശ്വാസ സേവനം പരലോക തുല്യമെൻ വിശ്വാസ സേവനം വന്ദനമേശുരക്ഷകനെന്നായകനെ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ ഭാരങ്ങൾ തീർന്നാൻ ആനന്ദിച്ചിടുവാൻ ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവായിതേ ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവായിതേ ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ ഭാരങ്ങൾ തീർന്നു ഞാൻ ആനന്ദിച്ചിടുവാൻ ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവായിതേ ഭാരങ്ങൾ തീർത്തയൻ കാരുണ്യവായിതേ വന്ദനമേശുരക്ഷകനെന്നായകനെ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ
ആമേൻ 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 ആമേൻ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം നമുക്ക് അല്പസമയം ദിവസം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ലൂക്കോസിൻ്റെ 24-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, 2 പേര് എമോവസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ അവർ 2 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ യേശു അവരുടെ അടുത്ത് വന്ന് അവരോട് ചേർന്ന് നടന്നു. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ കർത്താവ് അവരുടെ കൂടെ ചേർന്ന് നടന്നെങ്കിലും കർത്താവിനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവർ വാടിയ മുഖത്തോടു കൂടെയാണ് നടന്നത്. കാരണം ഹല്ലേലൂയ, ജെറുസലേമിൽ അന്ന് ചില സംഭവങ്ങളൊക്കെ നടന്നു. അതിനെക്കുറിച്ച് അവർ സംസാരിച്ചും വാദിച്ചും കൊണ്ട് നടന്നപ്പോഴാണ് യേശു ഒരു സ്ട്രേഞ്ചറിനെ പോലെ അവരുടെ കൂടെ നടന്ന് അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ യേശു പറയുന്നുണ്ട്, നിങ്ങളെന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ഒരു സ്ട്രേഞ്ചറാന്ന് ഓർത്തുകൊണ്ട് അവരോട് പറയുന്നുണ്ട്, നീ ഒരു പരദേശിയാണോ? ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അറിയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആ ദിവസം തന്നെയായിരുന്നല്ലോ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അതിരാവിലെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളിപ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണല്ലോ. അതിരാവിലെ ഹല്ലേലൂയ ചില സുഗന്ധ ദ്രവ്യവുമായി ചില സ്ത്രീകൾ കല്ലറയ്ക്കൽ പോയപ്പോൾ അവർ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ 2 പുരുഷന്മാർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവനെ അന്വേഷിക്കുന്നു? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇത് കേട്ട ഉടനെ ഈ സ്ത്രീകൾ അവിടെ അപ്പസ്തലന്മാരോടും മറ്റുള്ളവരോടും ഒക്കെ ഈ സന്തോഷ വാർത്ത അറിയിച്ചെങ്കിലും ശിഷ്യന്മാരത് വിശ്വസിച്ചില്ല. അവർക്കതൊരു വെറും കഥ പോലെ തോന്നി. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് അവിടെ എല്ലാം സംസാര വിഷയം യേശുവിൻ്റെ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിനെ കാണുന്നില്ല. ചില സ്ത്രീകൾ കടന്നുപോയി, കല്ലറയ്ക്കൽ കടന്നുപോയി, എന്നാൽ യേശുവിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് എല്ലാവരും സംസാരം അതായിരുന്നു. ആ സമയത്താണ് യേശു ഇമ്മാവുസിലോയ പോയ ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നത്. അപ്പോൾ യേശു അവരോട് സംസാരിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ യേശു അവരോട് പറയുന്നുണ്ട്, അവർ വാടിയ മുഖത്തോടും ദുഃഖത്തോടെ അവർ പറയുന്നത്. ഹല്ലേലൂയ. അതായത് മഹാപുരോഹിതന്മാർ യേശു വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ശക്തനായൊരു പ്രവാചകനായിരുന്നു, എന്നാൽ യേശുവിനെ മരണത്തിന് മഹാപുരോഹിതന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അവർ ദുഃഖിച്ച് കൊണ്ടിരുന്നപ്പോൾ യേശു അവരോട് പറയാം, നിങ്ങൾ മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ. ഹല്ലേലൂയ. ക്രിസ്തു ഇതെല്ലാം, ഈ കഷ്ടമെല്ലാം സഹിച്ച തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടത് അല്ലയോ എന്ന് നിങ്ങൾ തിരുവെഴുത്തുകൾ വായിച്ചിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മോശ തുടങ്ങി അവരോട് തിരുവെഴുത്തുകളെ എല്ലാം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ അവർ പറഞ്ഞു പോയി. ജെറൂസലേമിൽ നിന്ന് ഇമ്മാവോസിലേക്ക് ഒരു 7 മൈലുണ്ട്. 7 ദൂരം യാത്ര അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടുപോയി. എന്നാൽ ആ ഗ്രാമത്തിൽ അടുത്തപ്പോൾ യേശു അവർ മുന്നോട്ട് പോകുന്ന ഒരു ഭാവം കാണിച്ചു. അപ്പോൾ അവർ യേശുവിനെ അവിടെ നിർബന്ധിക്കുകയാണ്, യേശുവെ ഞങ്ങളുടെ കൂടെ പാർക്കണം, നേരം വൈകി, അസ്തമിക്കാറായി. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ പാർക്കണമെന്ന് പറഞ്ഞ് യേശുവിനെ നിർബന്ധിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. യേശു ആരെന്നൊന്നും അറിഞ്ഞില്ല, ഒരു സ്ട്രേഞ്ചറാന്ന് വിചാരിച്ചാണ്. പക്ഷേ യേശു പിന്നെ അവരുടെ കൂടെ പാർക്കുന്നുണ്ട്. അവർ ഭക്ഷണം കഴിച്ചപ്പോൾ യേശു അപ്പം നുറുക്കിയപ്പോൾ, ഹല്ലേലൂയ. സ്തോത്രം, അവിടെ വചനം വായിക്കുന്നു, അതുവരെ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. എന്നാൽ യേശു അപ്പം നുറുക്കിയ സമയത്ത് അവരുടെ കണ്ണ് തുറന്നു, അവർ യേശുവിനെ അറിഞ്ഞു. ആ സമയം യേശു അപ്രത്യക്ഷമായി. അപ്പോൾ അവർ പിന്നെ പറയുന്നുണ്ട്, അവൻ നമ്മളോട് ഈ തിരുവെഴുത്തുകളെയൊക്കെ തെളിയിക്കുമോ, നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുമല്ലായിരുന്നോ? ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അവർ തിരിച്ച് ജെറൂസലേമിലേക്ക് പോയി. യേശു വീണ്ടും അവരോട് പ്രത്യക്ഷനായി. പിന്നെ അവിടെ പറയുന്നത് മഹാസന്തോഷത്തോടു കൂടെ അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആദ്യം ദുഃഖത്തോടെ ആയിരുന്നു അവർ പോയിരുന്നെങ്കിൽ അവർ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കത്തലുണ്ടായി. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞപ്പോൾ യേശുവിനെ അറിയും തോറും യേശുവിനെ വിടാൻ അവർക്ക് തോന്നിയില്ല. യേശുവിനോട് പറയുന്നുണ്ട്, യേശു ഞങ്ങളുടെ കൂടെ പാർക്കുക. ആ സമയം അസ്തമിക്കാറായി, നേരം വൈകി. ഹല്ലേലൂയ. സ്തോത്രം.
ഒരു ഇതിനെക്കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഹെൻറി ലൈറ്റ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ. അദ്ദേഹത്തിന് ട്യൂബർക്ലോസിസ് പിടിപെട്ടു എന്ന് കേട്ടപ്പം പുള്ളിക്ക് മനസ്സിലായി പുള്ളിയുടെ ജീവിതം ഇനി അധികം നാളില്ല, പുള്ളിയുടെ അന്ത്യം മരണം അടുത്തുവെന്ന് ഇന്ന് മനസ്സിലായപ്പോൾ പുള്ളി ഈ വാക്യം കൊണ്ടൊരു പാട്ട് എഴുതി. കൂടെ പാർക്ക നേരം വൈകുന്നിതാ, കൂരിലുള്ള ഏറുന്നു പാർക്ക ദേവ, ആശ്രയം വേറില്ല നേരം തന്നിൽ ആശ്രിത വത്സല കൂടെ പാർക്ക, അബൈഡ് വിത്ത് മീ ഫാസ്റ്റ് ഫോൾസ് ഈവൻ ടൈഡ്, ദ ഡാർക്ക്നെസ് ഡീപ്പൻസ്. അല്ലെ കൂരിൽ അത് കൂടുന്തോറും കർത്താവ് എന്നെ വിട്ടു പോകരുത്, എൻ്റെ കൂടെ നീ പാർക്ക. ഹല്ലേലൂയ. അത് തന്നെയായിരിക്കട്ടെ നമ്മുടെയും പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കർത്താവിനെ മുറുകെ പിടിക്കാം. കർത്താവ് എന്നെ കൈവിടല്ലേ. എൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ സന്ധ്യാസമയം ആയിട്ടുണ്ട്, ഇരുളേറുന്നു, എനിക്ക് എല്ലാം മുമ്പിലെല്ലാം അൺസർട്ടൻ ആയിരിക്കുമ്പോൾ കർത്താവ് എൻ്റെ കൂടെ പാർക്കണമേ. എത്ര പേര് പറയും കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ കൂടെ പാർക്കണേ, അങ്ങയുടെ സാന്നിധ്യം ഹല്ലേലൂയ എന്നിൽ നിന്ന് അകന്നു പോകരുത്. ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചത്, ആ സാന്നിധ്യം എപ്പോഴും നിലനിൽക്കട്ടെ എൻ്റെ അവസാനത്തോളം, അവസാന ശ്വാസം വരെ കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും കൂടിയിരിക്കണമേ. അബൈഡ് വിത്ത് മീ ലോർഡ്, അബൈഡ് വിത്ത് മീ, എന്നെ വിട്ടു പോകരുത്. ഹല്ലേലൂയ സ്തോത്രം. എത്ര പേര് പ്രാർത്ഥിക്കും ഹല്ലേലൂയ. യോഹന്നാന് ഹല്ലേലൂയ സ്തോത്രം കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നത് പോലെ ഹല്ലേലൂയ അവിടെ പറയുന്ന യേശു സ്നേഹിച്ച ഒരുത്തനെ യേശുവിൻ്റെ മാർവെടുത്ത് ചാരിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് കർത്താവിൻ്റെ മാർവോട് നമുക്ക് ചാരാം, ഒന്നിനെയും കുറിച്ച് ഭയപ്പെടേണ്ട. ആ മാർവിൽ നമ്മൾ ചാരിയിരുന്നാൽ നമുക്ക് ആശ്വാസമുണ്ട്, അല്ലെ സമാധാനമുണ്ട്. ചുറ്റുപാടും എല്ലാം അൺസർട്ടൻ ആണെങ്കിലും ഡാർക്ക്നെസ് ആണെങ്കിലും അവിടെ ഒരു നമുക്ക് സമാധാനമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് പറയുന്നുണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് അല്ലെ എന്നിലാണ് നിങ്ങൾക്ക് സമാധാനമുള്ളത്. ഹല്ലേലൂയ. ഇൻ മീ യു വിൽ ഹാവ് പീസ്. ഹല്ലേലൂയ സ്തോത്രം. ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുന്നു, മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരി നിന്ന് കയറി വരുന്ന ഇവൾ ആരാണ്? ഹല്ലേലൂയ സ്തോത്രം. അല്ല അത് ദൈവസഭയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നത് ഹല്ലേലൂയ തൻ്റെ പ്രിയൻ്റെ മാറോട് ചാരി ഹല്ലേലൂയ നടന്നു വരുന്നതാണ് ദൈവസഭ, മണവാട്ടി സഭ. ഹല്ലേലൂയ സ്തോത്രം. ഈ ലോകത്തിൻ്റെ മരുഭൂമിയിൽ നിന്ന്, പരീക്ഷകളിൽ നിന്നും, നിരാശകളിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പ്രിയൻ്റോട് പ്രിയൻ്റെ മാറോട് നമുക്ക് ഹല്ലേലൂയ ചാരി നടക്കാം. ഹല്ലേലൂയ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവ് എന്നെ വിട്ടു പോകരുത്, അങ്ങയുടെ സാന്നിധ്യം എന്നെ വിട്ടു പോകരുത്. അബൈഡ് വിത്ത് മീ ഓൾവേസ്. അങ്ങയുടെ സാന്നിധ്യം ഹല്ലേലൂയ വിട്ടു പോകുന്ന ഒന്നും എന്നിലൂടെ ഹല്ലേലൂയ കടന്നു വരരുത്. ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യം ഞാൻ പ്രഷ്യസായി കൂടെ കൊണ്ട് നടക്കുവാൻ എന്നെ സഹായിക്കണമേ. ഹല്ലേലൂയ. എത്ര പേര് പ്രാർത്ഥിക്കും അബൈഡ് വിത്ത് മീ. നേരം വൈകുന്നു കർത്താവേ ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ കൂടെ പാർക്ക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ എൻ്റെ അവസാന ശ്വാസം വരെ ഹല്ലേലൂയ അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടിയിരിക്കട്ടെ. ഹല്ലേലൂയ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കും. സ്തോത്രം. നമ്മളിവിടെ കടന്നു വന്നത് വൃഥാവല്ല. സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. യേശു ഇതിനകത്തുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരൊക്കെ ഹല്ലേലൂയ എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് ആവശ്യം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് പകൽ എത്ര പേർന്ന് പറയും കർത്താവേ വി നീഡ് യുവർ പ്രസൻസ് ലോർഡ്, വി നീഡ് യുവർ ലോർഡ്. ഹല്ലേലൂയ അങ്ങയില്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. യേശു ഇല്ലാത്തൊരു സ്വർഗത്തെ പറ്റി എനിക്ക് വേണ്ട ചിന്തിക്കാൻ കഴിയത്തില്ലെന്നാണ് ഒരു ദൈവഭക്തൻ പറഞ്ഞത്. അങ്ങനെ ഒരു സ്വർഗത്തിൽ എനിക്ക് പോകേണ്ട. യേശു ഉണ്ടെങ്കിൽ ആ സ്വർഗത്തിൽ പോകാം. യേശു ഉണ്ടെങ്കിൽ ഇവിടെ സ്വർഗീയ അനുഭവമുണ്ട്. യേശു ഭവനത്തിനകത്തുണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിനകത്ത് യേശു ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം അത് അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കൃതജ്ഞതകളിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് എഴുന്നേറ്റുന്നുണ്ട് അതിന് മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുക. കൂടെ പാർക്കേണം എൻ ജീവനാളെല്ലാം നിന്നെ കാണേണം. കൂടെ പാർക്കേണം എൻ ജീവനാളെല്ലാം നിന്നെ കാണേണം. യേശുവേ എൻ ദൈവമേ നിൻ മാർവിൽ ഞാൻ ചാരുന്നപ്പാ, നിൻ കൈകളെന്നെ പുണരുന്നല്ലോ. നിൻ സ്നേഹമെന്നു നീ മാത്രമേ എൻ്റെ ദൈവം, ഇന്നുമെന്നും എൻ്റെ ദൈവം. നിൻ ഹൃത്തിൻ തുടിപ്പെൻ്റെ നെഞ്ചിൽ കേൾക്കുന്നു, കരയേണ്ട ഇനിയെന്നൻ
കാതിൽ ചൊല്ലുന്നു. നിൻ ഹൃത്തിൻ തുടിപ്പെന്റെ നെഞ്ചിൽ കേൾക്കുന്നു. കരയേണ്ട ഇനിയെന്നിൻ കാതിൽ ചൊല്ലുന്നു. യേശുവേ എൻ ദൈവമേ, നിൻ മാറിൽ ഞാൻ ചാരുന്നപ്പാ. നിൻ കൈകളെന്നെ പുണരുന്നല്ലോ. ഒഴുകുന്നു നിൻ സ്നേഹമെന്നിൽ. നീ മാത്രമാണ് എൻ്റെ ദൈവം. എന്നുമെന്നും എൻ്റെ ദൈവം നീ മാത്രമേ എൻ്റെ ദൈവം. എന്നുമെന്നും എൻ്റെ ദൈവം. നിന്നോട് ചേർന്ന് കുറെ കൂടി ചേർന്ന് നിൻ കാൽപ്പാടുകളിൽ നടക്കും ഞാനെന്നും. നിന്നോടു ചേർന്ന് കുറെ കൂടി ചേർന്ന് നിൻ കാൽപ്പാടുകളിൽ നടക്കും ഞാനെന്നും. യേശുവേ എൻ പ്രിയനേ, നിൻ മാർവിൽ ഞാൻ ചാരുന്നപ്പാ. നിൻ കൈകൾ എന്നെ പുണരുന്നല്ലോ. ഒഴുകുന്നു നിൻ സ്നേഹമെന്നിൽ. നീ മാത്രമേ എൻ്റെ ദൈവം. എന്നുമെന്നും എൻ്റെ ദൈവം. നീ മാത്രമേ എൻ്റെ ദൈവം. എന്നുമെന്നും എൻ്റെ ദൈവം. മാർവോട് ചേരട്ടെ ശുദ്ധ ഇന്നേരം. നിന്നെല്ലാമെല്ലാം എന്നുമെന്നും എൻ പിതാവ് നിൻ മാർവോടു ചേരട്ടെ. ഞാൻ യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാമെല്ലാം. എന്നുമെന്നും എൻ പിതാവ് നീയാകലില്ല ഞാൻ തന്നാലും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല. ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എല്ലാമെല്ലാം നീയേ. ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാമെല്ലാം നീയേ. ജീവനും പ്രാണനും സ്നേഹം നൽകി. നിൻ പ്രാണൻ നൽകി. എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. സ്നേഹം നൽകി. നിൻ പ്രാണൻ നൽകി. എന്നെ നീ പുത്രനാക്കി. എല്ലാമെല്ലാം നീയേ. എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാമെല്ലാം നീയേ. ജീവനും പ്രാണനും നീയേ. നിൻ മാർവോടു ചേരട്ടെ ഞാൻ. യേശുനാഥ ഇന്നേരം നീയാണ് എല്ലാമെല്ലാം. നീയാണ് എന്നുമെന്നും
എൻ പിതാവ് നീയാണ് എൻ്റെ എല്ലാം. മാർവോട് ചേര അല്പം കൂടി അവനോട് നടുക്കുവാൻ അത്ര ആഗ്രഹിക്കുന്നുണ്ട്. നേരം നീയാണ് എൻ്റെ എല്ലാം, നീയാണ് എൻ്റെ എല്ലാം. ഹൃദയത്തിൽ പാടാം. ഇന്നുമെന്നും എൻ പിതാവ് നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകുന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും നിന്നെ സ്നേഹിച്ചു, വീണ്ടും എന്നെ സ്നേഹിച്ചു. എല്ലാം എല്ലാം നീയേ, എൻ ജീവൻ പ്രാണൻ നീയേ, എന്റെ എല്ലാം എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എല്ലാം എല്ലാം നീയേ, ജീവനും പ്രാണനും നീയേ. എൻ ജീവിതത്തിൽ യേശു വേണം, ഓരോ നിമിഷവും യേശു വേണം, എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശു വേണം, എൻ ജീവിതത്തിൽ യേശു വേണം, ഓരോ നിമിഷവും യേശു വേണം, എന്നന്ത്യം വരെ പ്രിയനേ വേണം. അങ്ങേ ഗുണം എനിക്കു ചെയ്യുവാൻ സാധ്യമല്ല, അങ്ങില്ലാതെ ഈ ആയുസ്സിൽ ആവില്ലെനിക്കു പ്രിയനേ. യേശു വേണം, എൻ ജീവിതത്തിൽ യേശു വേണം, ഓരോ നിമിഷവും യേശു വേണം, എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശു വേണം, എൻ ജീവിതത്തിൽ യേശു വേണം, ഓരോ നിമിഷവും യേശു വേണം, എന്നന്ത്യം വരെ പ്രിയനേ വേണം. ഉള്ളം കലങ്ങും നേരത്ത് ഉള്ളതുപോൽ അറിഞ്ഞിടും, ഉള്ളം കയ്യിൽ വരച്ചവൻ തല്ലാതെ എന്നെ താങ്ങിടും. ഉള്ളം കലങ്ങും നേരത്ത് ഉള്ളതുപോലെ അറിയുന്ന ഒരുവൻ മകൻ മാത്രമേ ഉള്ളൂ, യേശു മാത്രമേ ഉള്ളൂ. ഉള്ളം കരയിൽ വരച്ചവൻ ഒരു നാളും വെള്ളത്തില്ല. യേശു വേണം, എൻ ജീവിതത്തിൽ യേശു വേണം, ഓരോ നിമിഷവും യേശു വേണം, എന്നന്ത്യം വരെ പ്രിയനേ വേണം. യേശു വേണം, എൻ ജീവിതത്തിൽ യേശു വേണം, ഓരോ നിമിഷവും യേശു വേണം, എന്നന്ത്യം വരെ പ്രിയനേ
സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. Open your heart today. ജീവനുമെന്റെ Open your heart. സർവസ്വവും There's no area he cannot touch. മുൻപിലാണ് എല്ലാം. Oh, കുമ്പിടുന്നു. അവന്റെ മുമ്പാകെ ജീവനുമെന്റെ സർവസ്വവും എല്ലാം അഭിഷേകമെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കുമ്പിടാം. കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. വാതിലുകളെ തുറക്കാം. ജീവനുമെന്റെ Allow him സർവസ്വവും to take over. ഏറ്റെടുക്കാൻ ആ കർത്താവിന്റെ കരങ്ങളിൽ മുൻപിലാണ് കുമ്പിടുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും സർവസ്വവും മുൻപിലാണ് കുമ്പിടാം. കുമ്പിടാം. കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. We love you, Lord. Hallelujah. എത്ര വന്ന കഥാന്ന് പറയും, കഥാവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. പത്രോസിനോട് കർത്താവ് ചോദിച്ച ഒരു ചോദ്യമാണ്. മറ്റൊന്നും കർത്താവ് ചോദിച്ചില്ല. നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത്, നമ്മളെ അളവില്ലാതെ സ്നേഹിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ കൂടുതൽ ഈ ദിവസങ്ങൾ രുചിച്ചറിയുവാൻ, ആ ദൈവം എന്നെ സ്നേഹിക്കുന്നതെന്ന് വ്യക്തമായി അറിയുവാൻ ഇന്ന് ആഗ്രഹിക്കുന്നൊരു കർത്താവ് നമ്മുടെ ചാരെ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പാദപീഠത്തെങ്കിലാണ് നമ്മളായിരിക്കുന്നത്. ആ ജീവിക്കുന്ന ദൈവത്തെയാണ് ആരാധിക്കുക. ഇന്നും നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുന്ന, ഇന്നും നമ്മളോട് ഹൃദ്യമായി ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളെ ഇന്ന് തുറക്കുന്നുവെങ്കിൽ നമ്മളോട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു കർത്താവുണ്ട്. ഇന്നും പത്രോസിനെ തന്നെ അടുക്കൽ വിളിച്ച് തന്നോട് ചേർത്ത് പിടിച്ച ആ സ്നേഹത്തിനായിട്ട്
ഒരിക്കൽ കൂടി കഥാവിന് സ്തോത്രം ചെയ്യാം. ആ ദൈവ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ശേഷമായിരിക്കുന്ന സമയം നമുക്ക് ക്രിസ്തുവിലേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുവാൻ കർത്താവ് തന്ന നല്ല ഞായറാഴ്ച പകലിനായിട്ട് സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ശേഷമായിരിക്കുന്ന സമയം കർത്താവ് വചനചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് നമുക്ക് സുപരിചിതമായൊരു വേദവാക്യം നമുക്ക് വായിക്കാം. എഫീഷ്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നമുക്ക് ആമുഖമായിട്ട് വായിക്കാം. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. നമ്മൾ മിക്കവാറും പറയാറുള്ളൊരു വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് എഫീഷ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നു, ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഫൈനലി, അവസാനമായിട്ട് പറയുകയാണ്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അവസാനത്തെ ആണെങ്കിലും അത് ഏറ്റവും പ്രധാനമുള്ളൊരു കാര്യമാണ് എന്ന് അവിടെ മറ്റൊരു രീതിയിൽ പറയുകയാണ്. ഇനിയൊന്നും പറയാനില്ല. സ്തോത്രം. എഫീഷ്യ സഭയോട് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവൻ. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയറാണ്. ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. ദൈവത്തിലും കർത്താവിലും ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. എഫീഷ്യ സഭയ്ക്ക് ഇന്ന് ഉള്ള ഒരു കുറവ് അപ്പോസ്തലനായ പൗലോസ് കാണുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞപ്പോൾ സഭയ്ക്ക് കൊടുക്കേണ്ട ദൈവിക ദൂതുകൾ തൻ്റെ ലേഖനത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് കൈമാറുകയാണ്. കാരാഗ്രഹ ലേഖനങ്ങളിലൊന്നായിരിക്കുന്ന എഫീഷ്യർക്കെഴുതിയ ലേഖനം തൻ്റെ ആത്മീയ സന്തതിയായിരിക്കുന്ന തിമോത്തിയോസ് എഫീഷ്യ സഭയുടെ പാസ്റ്ററായിട്ട് ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടി എഴുതുന്ന ലേഖനങ്ങൾ അവിടെ ആ സഭയ്ക്ക് വേണ്ടി എഴുതുകയാണ്. പിന്നീടാണ് തിമോത്തിയോസിന് എഴുതിയ ലേഖനം എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ദൈവശക്തിയുടെ പ്രാധാന്യം ഈ കർത്തൃദാസൻ, ഈ അഭിഷക്തൻ ദൈവസഭയെ അറിയുവാൻ, അതിൽ ബലപ്പെടുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ദൈവശക്തിയുടെ ആഴങ്ങൾ ദൈവസഭ തിരിച്ചറിയുക മാത്രമല്ല, ആ ദൈവശക്തി പ്രാപിക്കുവാൻ ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്കായിരിക്കുന്ന സമയത്തിന് പരിമിതികൾക്കുള്ളിൽ പറയപ്പെടുന്ന ദൈവിക വചനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹമാക്കി, നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റമായി, ഒരു ദൈവപ്രവർത്തിക്ക് മുഖാന്തരമാക്കി കർത്താവ് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പറയാൻ സാധിക്കത്തില്ല, എല്ലാം നമുക്കറിയത്തില്ല. എല്ലാം അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ശക്തി ആവശ്യമാണ്. ശക്തി എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഒരു ശക്തി ഇന്ന് നമുക്ക് ആവശ്യമുണ്ട്. ശാരീരികമായിട്ടായിരിക്കാം, മാനസികമായിട്ടായിരിക്കാം, ഒരുപക്ഷെ ആത്മീയമായിട്ടായിരിക്കാം. നമ്മളെ ശക്തിയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ദൈവസഭയിലെ ദൈവദാസന്മാർക്ക് ശക്തി വേണം. വചനം പറയുന്ന എനിക്ക് ശക്തി വേണം. സ്തോത്രം. അപ്പോൾ ഇന്ന് വചനം പറയുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണമേ. ഈ ശക്തിയില്ലാതെ ഇവിടെ നിന്ന് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ശക്തി വേണം. ആ ശക്തി ഇന്ന് ശക്തന്മാരായ നേതാക്കന്മാർ എഴുന്നേൽക്കുമ്പോൾ രാജ്യത്തിന് മാറ്റം വരുന്നു. ശക്തന്മാരായ ദൈവദാസന്മാർ എഴുന്നേൽക്കുമ്പോൾ ദൈവമക്കൾക്കും സഭയ്ക്കും ദൈവരാജ്യത്തിനും മാറ്റങ്ങൾ വരുന്നു. ശക്തന്മാരായ ഈ ദിവസങ്ങളിലും മാതാപിതാക്കൾ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ ഈ ദിവസങ്ങളിലും വരും തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നു. ശക്തന്മാരായ അനേക സ്തോത്രം ദേശത്ത് അനേക ഭരണാധികാരികൾ എഴുന്നേൽക്കുമ്പോൾ അവിടെ മാറ്റങ്ങൾ വരുന്നു. ഈ ദിവസങ്ങളിലും നമുക്ക് ശക്തിയുള്ള അനേക ഈ ഭൂമിയിലുണ്ട്.
പക്ഷേ ഈ ശക്തന്മാർക്കെല്ലാം എവിടെയൊക്കെ ഒരു ശക്തിയുടെ കുറവ് ഉണ്ടായിരുന്നു, എവിടെയെങ്കിലേക്കോ ഒരു ബലഹീനത അവരുടെ ജീവിതത്തിൽ വന്നിരുന്നു. എന്നാൽ ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ തലങ്ങളിലും ശക്തി നൽകാൻ കഴിയുന്ന, ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന സർവശക്തനായ ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന ദൈവം ശക്തിയില്ലാത്ത ദൈവമല്ല, നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണെങ്കിൽ ആ സർവശക്തനായ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ശക്തി ദൈവജനത്തിൻ്റെ മേൽ പകരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ആർക്കും ശക്തിയില്ലാത്തവരായി ഇന്ന് പകലിൽ മടങ്ങിപ്പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാവരെയും ശക്തീകരിക്കുവാൻ, എല്ലാവരെയും ബലപ്പെടുത്തുവാൻ, എല്ലാവരുടെ മേലും ദൈവം കൃപ പകരുവാൻ ഈ ദിവസങ്ങളിൽ ശക്തനായവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന പറയാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ ഇടയാക്കാൻ കഴിയുന്ന ഒരു സർവശക്തന്റെ കരം ഇന്ന് പകലിലും ചലിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ മധ്യേ ഉള്ളതിനായിട്ട് നമ്മൾ ആരാധിക്കുന്ന ദൈവം ഹല്ലേലൂയ ശക്തനായ ദൈവമല്ല, നമ്മൾ ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവം ശക്തനെ എണ്ണിയത് കൊണ്ട് അവൻ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുവാൻ തക്ക ഇടയായെങ്കിൽ ഈ ദിവസങ്ങളിലും ദൈവം ആഗ്രഹിക്കുന്ന ശക്തി ഒരു മാനുഷിക ശക്തികളാ, മസിൽ പവർ അല്ല. നമുക്ക് നല്ല എക്സസൈസുകൾ ചെയ്തൊക്കെ ശക്തി പ്രാപിക്കാം, ബൂസ്റ്റ് കഴിച്ച് ശക്തി പ്രാപിക്കാം, നല്ല നല്ല ഭക്ഷണം കഴിച്ച് വൈറ്റമിൻ കഴിച്ച് ശക്തിപ്പെടാം, പക്ഷേ മരുന്ന് കഴിച്ച് ബലപ്പെടാം. പക്ഷെ അതൊന്നും സ്തോത്രം, അതൊക്കെ ശക്തി അല്പം കഴിയുമ്പോൾ പോകും. പക്ഷെ ദൈവത്തിൻ്റെ ശക്തി ഹല്ലേലൂയ, അതിനെ എല്ലാം ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവശക്തിയാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫീസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ എഫീസ്യരുടെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നമുക്ക് കിട്ടിയെങ്കിൽ വായിക്കാം. സ്തോത്രം. എനിക്ക് ശക്തി കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അങ്ങനെ എനിക്ക് വചനം പറയാൻ പറ്റത്തുള്ളൂ. അവന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എഫീസ്യ സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എഫീസ്യ സഭയിൽ അദ്ദേഹം 3 വർഷത്തോളം അതിലധികം രാവും പകലും കണ്ണീരോടെ സഭയ്ക്ക് വേണ്ടി അദ്ദേഹം വചനം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ പോലെ ലോകം കണ്ട് ഏറ്റവും, അല്ലെങ്കിൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ വചനത്തിൻ്റെ പാണ്ഡിത്യത്തിലും വചനത്തിൻ്റെ തികവിലും വചനത്തിൻ്റെ വെളിപ്പാടിലും അതിലും ആധിക്യത്തിലുമൊക്കെ വെളിപ്പാടിൻ്റെ ആധിക്യത്തിലുമൊക്കെ അങ്ങനെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ പിന്നീട് ജനിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവമക്കളെ പറ്റി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഈ എഫീസ്യ സഭയ്ക്കകത്തിരിക്കുന്ന ദൈവജനത്തിൻ്റെ കണ്ണുകൾ തുറന്നു വരണം. ഞാൻ എത്ര നാൾ ആമേൻ ഉണ്ടായിരിക്കുമെന്ന് അറിയത്തില്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് അറിയാം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇല്ലെങ്കിലും ഇവിടെ ഈ ജനത്തിൻ്റെ മേൽ അവിടുന്ന് ഒരു കാര്യം ചെയ്യണം. അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുകയാണ്, അതെ, പരിജ്ഞാനത്തെ പറ്റിയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ ലഭിക്കേണ്ടതിനും ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിളിയാൽ ആശ ഇന്നതെന്ന് മഹിമാധനം ഇന്നതെന്നും പിന്നീട് പറയുകയാണ്, ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്നൊരു തിരിച്ചറിവ് നമുക്ക് ആദ്യം കിട്ടിയാൽ, സ്തോത്രം, ആ ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ ശക്തി കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എനിക്ക് ഇനിയും ശക്തി വേണം. ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് ഇനി ശക്തി വേണം. കർത്താവേ, ഞാൻ പലതും ചെയ്യുന്നു, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഈ ശക്തി കൊണ്ട് പോരാ കർത്താവേ, എനിക്ക് ഇനിയും ദൈവത്തിൻ്റെ ഒരു ശക്തി, മനുഷ്യൻ തരുന്ന ശക്തിയല്ല, ദൈവിക ശക്തി അതിനെ നിറച്ചാൽ മറ്റൊരു ശക്തിക്കും ചെയ്യാൻ കഴിയാത്തത് എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ,
അതിൻ്റെ ഒരു കാര്യം എഫീഷ്യർക്ക് ലേഖനത്തിന് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവസാനമായി ഫൈനലി ഐ ആം ടെല്ലിങ് യു, ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവിന് അമിത ബലത്തിലും ഞാൻ ശക്തിപ്പെടും. വിശ്വസിക്കുന്നതെന്ന് പറയാമോ? സ്തോത്രം. ഞാൻ എൻ്റെ കർത്താവിലും എൻ്റെ അമിത ബലത്തിലും ഞാൻ ശക്തിപ്പെടും, ഞാൻ ബലപ്പെടും. ഒരു ശക്തിക്കും എന്നെ കീഴടക്കുവാൻ കഴിയത്തില്ല. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് മുമ്പിൽ ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ശക്തീകരിക്കും, എന്നെ ബലപ്പെടുത്തും. ഇന്ന് ഞാൻ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ മേലെ ദൈവശക്തി എൻ്റെ ദൈവം പകരുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? ഒരു ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ദൈവ ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരാൻ തയ്യാറാണ്. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏൽപ്പിക്കുക, ഹൃദയം തുറക്കാൻ തയ്യാറായ ഹല്ലേലൂയ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ആദ്യം തയ്യാറാകണം. അതിൻ്റെ ഒരു ഗുണമേന്മ എന്നാണ് തിരിച്ചറിയാൻ ഇടയാകണം. അത് മനസ്സിലാകണം. അതിനുവേണ്ടി ആഗ്രഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, ഒരു തീക്ഷ്ണതയുണ്ടെങ്കിൽ പകരാൻ സ്വർഗം തയ്യാറായി നിൽക്കുന്നു. ഹല്ലേലൂയ. പകരുവാൻ ദൈവം തയ്യാറായി നിൽക്കുകയാണ്. എഫീസ്യ സഭയെ കേൾക്കുക, ഒരു ശക്തിയുടെ അളവറ്റ വലിപ്പമുണ്ട്. അത് നിങ്ങളുടെ മേൽ പകർന്നാൽ നിങ്ങളുടെ അവസ്ഥയെ എൻ്റെ ദൈവം മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അടുത്ത വാക്യത്തിൽ, അതിന്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ, അവൻ്റെ സർവായുധ വർഗം ധരിക്കുവാൻ. പിന്നെ നമുക്കവിടെ താഴെ വായിക്കണമെന്നില്ല, കാരണം ഏകദേശം 7 ആയുധങ്ങളെ പറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് ബുദ്ധി കൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. അത് ജീവിതത്തിൽ പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്യാൻ തയ്യാറാകുമ്പം പിശാചിൻ്റെ തന്ത്രങ്ങൾ എന്നെ മുന്നിൽ തോക്കും. സ്തോത്രം. ശക്തി ഉണ്ടെങ്കിൽ പിശാചിനേക്കാളും അവൻ്റെ തന്ത്രങ്ങളെക്കാളും ശക്തിയുള്ളവരാക്കിയാണ് ദൈവസഭയെ ദൈവം മാറ്റിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരാണെങ്കിൽ വിശ്വാസത്തെ കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പിശാചിന്റെ തന്ത്രം എൻ്റെ മേൽ ക്ഷേമെടുക്കത്തില്ല, എൻ്റെ കുടുംബത്തിന് മേൽ ക്ഷേമെടുക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ ജോലി മണ്ഡലങ്ങളിൽ ക്ഷേമെടുക്കത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷകളിൽ ക്ഷേമെടുക്കത്തില്ല. ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ ക്ഷേമെടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് അവിടെ ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിക്കണം. അപ്പോൾ ഈ സർവായുധ വർഗം ധരിക്കണമെങ്കിൽ, വാളെടുത്ത് കൈക്ക് പിടിക്കണമെങ്കിൽ കരങ്ങൾക്ക് ശക്തി വേണ്ടേ? ഇല്ലേ? വേണോ? സ്തോത്രം, സ്തോത്രം. അപ്പുറത്ത് പരിചയം പിടിക്കണമെങ്കിൽ ശക്തി വേണ്ടേ? സ്തോത്രം. കാലുറ ധരിച്ച് അത് മുമ്പോട്ട് നടക്കണമെങ്കിൽ ശക്തി വേണം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണെങ്കിൽ ആയുധങ്ങൾ ഇവർ ഉപയോഗിക്കണമെങ്കിൽ ഇവർക്ക് ശക്തി ഇല്ലെങ്കിൽ ഇവർക്ക് ആയുധം ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ആദ്യം ഇവർക്ക് വേണ്ട ശക്തിയാണ്. ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ പിശാചിനോട് എതിർത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എതിർക്കത്തില്ല, നമ്മൾ ഓടേണ്ടി വരും. ഈ ദിവസങ്ങളിലും പിശാച് നമ്മുടെ മുമ്പിൽ ഓടുമെന്ന് വിശ്വസിക്കുന്നവരുടെ വിശ്വാസം പറയണം. എൻ്റെ മുമ്പിൽ ശത്രു ക്ഷേമെടുക്കത്തില്ല, എൻ്റെ മുമ്പിൽ പൈശാചിക മണ്ഡലങ്ങൾ ക്ഷേമെടുക്കത്തില്ല, ഞാൻ ഓടത്തില്ല. ആമേൻ. ഈ ദിവസങ്ങളിൽ ആമേൻ പിശാചിനെ വേഗത്തിൽ ദൈവം തൻ്റെ കാൽ കീഴാക്കുമെന്ന് റോമർക്ക് ലേഖനത്തിന് 13-ാം വാക്യത്തിൽ പറയുകയാണ്. ആയുധവർഗം എടുക്കാൻ തയ്യാറാണോ? ശക്തി ധരിക്കാൻ തയ്യാറാണോ? ഈ ദിവസങ്ങളിലും ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ജയമായി തന്നെ ദൈവം തൻ്റെ ജനത്തെ നടത്തുമെന്ന് ദൈവവചനം വ്യക്തമായി നമുക്ക് കാണിച്ചു തരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. ദാവീദ് ഫിലിസ്ത്യ മല്ലനോട് എതിരിടുമ്പോൾ, ഗോലിയാത്ത് ദാവീദിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, ദാവീദിന്റെ ശക്തിയും ഗോലിയാത്തിന്റെ ശക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദാവീദിന് ശൗലിന്റെ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ ശൗലിന്റെ ആയുധങ്ങൾ കൊടുക്കുമ്പോൾ ദാവീദ് പറഞ്ഞു, ഈ ആയുധം എനിക്ക് വേണ്ട, എൻ്റെ ആയുധം ഇതല്ല. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, പത്രോസേ, നീ വാൾ ഉറയിലിട്, നിൻ്റെ ആയുധം ഇതല്ല. നിൻ്റെ ആയുധം കോട്ടകളെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ആയുധം നിൻ്റെ മേൽ ദൈവം തന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിന്ന് പോകേണ്ട. സ്തോത്രം. പക്ഷേ കോട്ടകളെ ഇടിപ്പാൻ തക്കമുള്ള ദൈവശക്തിയെ ദൈവജനത്തിൻ്റെ മേൽ ദൈവം കണ്ടിട്ടുണ്ട്, പകർന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുവാൻ, അത് ധരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് തിരിച്ചറിയുവാനുള്ള ആത്മീയ കണ്ണുകളെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ ശക്തി ഉണ്ടെന്നോ ഇത് അനുഭവിക്കണമെന്നോ ആഗ്രഹിക്കാത്ത ഇരുട്ടിൻ്റെ വ്യാപാരം ഒരു തലത്തിലും ഈ ശക്തി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വരുവാൻ സമ്മതിക്കത്തില്ല. ആമേൻ. അപ്പോൾ അപ്പോസ്തലൻ അവിടെ ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ വരുന്നത് കുന്തവും വാളും കുന്തവും വേലുമായിട്ടല്ല നിന്റെ നേരെ വരുന്നത്, ഞാൻ വരുന്നത് ഇസ്രായേൽ മക്കളുടെ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിലാണ് ഞാൻ വരുന്നത്. ദൈവത്തിൻ്റെ നാമത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ആദ്യം ദൈവം കർത്താവിൽ ബലപ്പെടണം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കണം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് യുദ്ധത്തിലും നമുക്ക് ജയിക്കാൻ കഴിയും. സ്തോത്രം. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. ആമേൻ. മിസ്രയീം സൈന്യത്തെ താറുമാറാക്കിയവൻ ദൈവമാണ്. അതേ ചെങ്കടലിനെ പിളർന്ന് ആമേൻ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതം, ദൈവം ചെയ്യാൻ പോകുന്ന രക്ഷയെ കണ്ടുകൊള്ളുവാൻ ആമേൻ ഒരു മോശയോട് ദൈവം പറയുന്നുണ്ട്. ആമേൻ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശക്തി, അതിനെപ്പറ്റി കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട്. അത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് കർത്താവ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വേദവാക്യമാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഉയരത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നിടം വരെ നിങ്ങൾ നഗരത്തിൽ പാർക്കണം. അല്ലേ? കിട്ടിയെങ്കിൽ വായിക്കാം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരുടെ ജീവിതത്തിൽ, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പോകുന്നതിന് മുമ്പ് ആഗ്രഹിച്ചത് ഭൂമിയിലുള്ള ശക്തിയല്ല, പക്ഷെ ഉയരത്തിൽ നിന്നൊരു ശക്തി പ്രാപിക്കുന്നിടം വരേക്കും നിങ്ങൾ നഗരത്തിൽ പാർക്കണം. ശക്തിയില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകരുത്, ഒരു കാരണവശാലും പോകരുത്. പോയാൽ നിങ്ങൾ തോറ്റുപോകും. അതുകൊണ്ട് ശക്തി നമുക്ക് ആവശ്യമാണ്. ഈ ദിവസങ്ങളും ആ ശക്തിയാൽ നിറയ്ക്കുന്നൊരു കർത്താവുണ്ട്. അവിടെ ഈ ശക്തിയുടെ മറ്റൊരു പേര് ലോകത്തിൻ്റെ ശക്തിയല്ല, ഇത് ഡുനാമിസ് എന്ന വാക്കിൽ നിന്നാണ് ഈ ശക്തി വരുന്നത്. ഈ ശക്തിയുടെ ഈ വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ ഭൂമിയിലുള്ള ശക്തിയല്ല. ഈ ശക്തി ഡ്യുനാമിസ് എന്ന് പറഞ്ഞാൽ ഡൈനാമൈറ്റ്, പവർ, പൊട്ടൻഷ്യൽ ഓർ എബിലിറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ബ്ലോസ് അപ്പ് തിങ്സ്, ചിലതിനെ പൊട്ടിത്തെറിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തി. വിച്ച് ജനറേറ്റ്സ് ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ വലിയ ഡാമിൽ നിന്ന് വെള്ളം പാഞ്ഞ് താഴേക്ക് പോകുന്ന ഒരു ശക്തി. സ്തോത്രം. അല്ലെങ്കിൽ അത് ഡൈനാമിക്, നമ്മൾ മാറി നിൽക്കും, ലേറ്റ് ബാക്കായി നിൽക്കുവാനല്ല, മുന്നോട്ട് എപ്പോഴും നമ്മളെ പുഷ് ചെയ്യുന്നൊരു ശക്തി. അപ്പോൾ ഈ ശക്തി ദൈവജനത്തിൻ്റെ മേൽ പകരപ്പെടുവാൻ അത് പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ദൈവശക്തി, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നൊരു കാര്യം, പലതും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമുക്ക് എപ്പോഴും പോയി രോഗിയെ സൗഖ്യമാക്കുവാനോ അല്ലെങ്കിൽ അത്ഭുതങ്ങളൊന്നും ചെയ്യുവാൻ നമുക്ക് എല്ലാവർക്കും ഒന്നും കഴിഞ്ഞാതിരിക്കത്തില്ല. അത് വല്ലപ്പോഴൊക്കെ നടന്നേക്കാം. പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും ഈ ശക്തി ഉണ്ടെങ്കിൽ, സ്തോത്രം, മാത്രമേ ഒരു ദൈവജനത്തിന്, ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അല്ലേ? സ്തോത്രം. അപ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു ജീവിതം, ഒരു നല്ലൊരു ആത്മീയ ആരാധകനായി മാറുവാൻ, കർത്താവിന് വേണ്ടി നല്ലൊരു സാക്ഷിയായി മാറുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ ഉയർത്തപ്പെടുവാൻ, ശത്രുവിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ ക്ഷേമെടുക്കുവാൻ ദൈവം, കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സമൃദ്ധമായ ജീവൻ ആമേൻ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുവാൻ, ആമേൻ, പാപത്തിൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ, പിശാചിൻ്റെ മേൽ ക്ഷേമെടുക്കുവാൻ കഴിയണമെങ്കിൽ നമുക്ക് ആവശ്യം ശക്തിയാ. അറിവല്ല, ശക്തിയാ. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹം പണിയുന്നു. നമുക്ക് അറിവ് ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. ഇന്ന് ദൈവസഭയ്ക്ക് ആവശ്യം ശക്തിയാണ്. എനിക്ക് ആവശ്യം ശക്തിയാണ്. ഞാൻ വിശ്വസിക്കും എനിക്ക് വേണ്ടത് ശക്തിയാണ്. സ്തോത്രം. ഇതിനകത്ത് എത്ര പേരൊന്ന് ആഗ്രഹിക്കുന്നു? സ്തോത്രം.
ഞാൻ ഇത് വ്യക്തമായി തിരിച്ചറിയുമ്പോൾ ഞാൻ കർത്താവിനോട് വീണ്ടും പറയണം, കർത്താവേ എന്നെ ഒന്ന് ശക്തിയെ പ്രാപിക്കും. ഈ പോലെ കർത്താവേ ഈ ശക്തി കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പലതും എനിക്ക് ചെയ്യുവാൻ കഴിയത്തില്ല. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന ശക്തി ദൈവം എൻ്റെ മേലൊന്ന് അയക്കണം. ഇതിനകത്ത് ആഗ്രഹിക്കുന്ന ഹൃദയത്തിനകത്തൊരു കത്തട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അവസ്ഥ എന്ത് മാറ്റം, ശരീരത്തിൻ്റെ അവസ്ഥ, മനസ്സിൻ്റെ അവസ്ഥ, ആമേൻ, സാമ്പത്തിക അവസ്ഥ, ജീവിതത്തിൻ്റെ അവസ്ഥ, ഹല്ലേലൂയ, കുടുംബത്തിൻ്റെ അവസ്ഥ, എന്തവസ്ഥയെ നോക്കരുത്. ഇന്ന് ദൈവത്തോട് പറയണം, എൻ്റെ അവസ്ഥയെ മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇനി അധികം നാളില്ലെന്ന് ശത്രു പറഞ്ഞാലും വിശ്വാസം പറയാം, എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേലൊന്ന് പ്രവഹിച്ചാൽ, ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ഈ ദിവസങ്ങളൊന്ന് തൊട്ടാൽ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, എൻ്റെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ മേൽ വെളിപ്പെടുവാൻ ഈ ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിലും ദൈവമക്കള് കഴുകന്മാരെ പോലെയാണ് ചിറകടിച്ചു വരുന്നത്. പ്രാവുകളെ പോലെ കർത്താവ് വരുമ്പോൾ ചിറകടിച്ചു വരും. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ ശക്തിയെ പുതുക്കും. ഓരോ ഞായറാഴ്ചയും നമ്മൾ പുതുക്കും. എല്ലാ ദിവസവും ദൈവം നമ്മളെ പുതുക്കും. നമ്മൾ ശക്തി കുറയത്തില്ല, നമ്മുടെ ശക്തി വർദ്ധിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ശക്തി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ശക്തി, കർത്താവേ എൻ്റെ ശക്തി എന്ന് പറയണം. ഇതുപോലെ കർത്താവേ കഴിഞ്ഞ നാൾ കൊണ്ട് ആ ശക്തി എനിക്കില്ല, എനിക്കൊരു ശക്തി ആവശ്യമുണ്ട്, എനിക്കൊരു ബലം ആവശ്യമുണ്ട്. അവൻ ബലത്തെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ക്ഷീണിച്ചിരിക്കുന്നവനെ ശക്തി ആമേൻ പകരുന്നത്, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി പകരുന്ന ദൈവമാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ക്ഷീണിച്ചിരിക്കുന്നവന് അല്ലേ, ഒരുമിച്ച് പറയാം, ക്ഷീണിച്ചിരിക്കുന്നവന് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പറയാം. കമാൻ കമാൻ കമാൻ. ഒരു ശക്തി കർത്താവ് ഇന്ന് പകൽ പറയാം. എല്ലാവരും കർത്താവ്, എല്ലാവരും കരമൊന്ന് ഉയർത്തിയ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് പറ, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവമുണ്ട്. ഈ കരങ്ങളിലേക്കൊരു ശക്തി യേശുവേ പകരണമേ. സ്തോത്രം. എന്നെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. എല്ലാ ക്ഷീണവും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ശാരീരിക ക്ഷീണങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. മാനസിക ക്ഷീണങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആത്മീയമായ ബലമുള്ളവർക്കല്ല, ബലമില്ലാത്തവർക്കാണ് ദൈവം ശക്തി പകരുന്നത്. നമുക്ക് ബലവാനാണെന്ന് നമ്മളെ തന്നെ കാണിച്ചാൽ പുരുഷന്റെ ഊരുക്കളിൽ യഹോവ പ്രസാദിക്കുന്നില്ല. ദൈവത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ ഒരു ശക്തിക്ക് ഒരു ശക്തിയല്ല. അല്ലെങ്കിൽ ആറ്റം ബോംബിൻ്റെ ശക്തി, ന്യൂട്രോൺ ബോംബിൻ്റെ ശക്തി, ഏത് ബോംബിൻ്റെ ശക്തി, ഏത് മിസൈലിൻ്റെ ശക്തിയും ദൈവത്തിന് മുമ്പിൽ ശക്തിയല്ല. ഹല്ലേലൂയ. മനുഷ്യൻ്റെ ഒരു ശക്തിയും ദൈവത്തിന് മുമ്പിൽ ശക്തിയല്ല. പക്ഷേ ശക്തി ഇല്ലെന്ന് പറയുന്നവനെ ബലപ്പെടുന്നൊരു ദൈവമുണ്ട്. ആമേൻ. ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. എത്ര പേരെന്ന് പറയും, കർത്താവേ എനിക്ക് ബലം കുറവ്, എനിക്ക് ബലം വേണം. ഞാൻ പറയും, എനിക്ക് ബലം വേണം, എനിക്ക് ബലം വേണം, എനിക്ക് മാനസികമായിട്ട് ബലം വേണം, എനിക്ക് ആത്മീയമായിട്ടൊരു ബലം വേണം, എൻ്റെ മനസ്സ് ബലപ്പെടണം, എൻ്റെ മനസ്സ് ശക്തിപ്പെടണം. ഞാൻ പലപ്പോഴും തളർന്നു പോയി, ഞാൻ പലപ്പോഴും നിരാശപ്പെട്ടു പോവുകയാണ്, പലപ്പോഴും എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. പക്ഷേ ഇന്ന് ഒരു ശക്തിയെ പകർന്നാൽ അവസ്ഥയെ ദൈവം മാറ്റി, നാടി ഞരമ്പുകളിൽ ദൈവ ശക്തിയെ പകർന്ന് രോഗശക്തികളെ അഴിച്ചു മാറ്റി ഈ ദിവസം ഒരു പുതുക്കത്തിൻ്റെ അനുഭവം തന്ന് ഈ ദിവസങ്ങൾ ശക്തിയോടെ ഒരു ഏലിയാവിനെ അവൻ ആഹാബിൻ്റെ ദ്വാരത്തിന് മുമ്പ് ഓടിച്ച ദൈവത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. ദൈവജനത്തിൻ്റെ മേൽ ദൈവം പകരും. യഹോവയെ കാത്തിരിക്കുന്നവർ അവരുടെ ശക്തിയെ പുതുക്കും. ഞാൻ ശക്തിയെ പുതുക്കും. എൻ്റെ ശക്തി വർദ്ധിക്കും. എൻ്റെ ആത്മീയ ശക്തി വർദ്ധിക്കും. എൻ്റെ മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കും. എൻ്റെ ശരീരത്തിൻ്റെ ശക്തി വർദ്ധിക്കും. ചിലർ പറയും എനിക്ക് വയ്യ. അങ്ങനെ പറയരുത്. എനിക്ക് പറ്റും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. അങ്ങനെ പറയും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് who strengthens me. എൻ്റെ ശക്തി കൊണ്ടല്ല, ത്രൂ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലൂടെയുള്ള ശക്തിയാൽ എനിക്ക് സകലതും 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 സാധിക്കും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന് അസാധ്യമായതിനെ സാധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആമേൻ. ഇന്ന് ബലമില്ലെന്ന് ആമേൻ, ഞാൻ ബലവാനാണെന്ന് പറഞ്ഞ് നടക്കുവാണെങ്കിൽ ദൈവത്തിന് ശക്തീകരിക്കാൻ സാധിക്കത്തില്ല. എനിക്കൊരു ശക്തി ആവശ്യമുണ്ടെന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, അതിനകത്ത് ഒരു നാണവും ദൈവത്തിന് മുമ്പിൽ കാണിക്കണം. ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ മതി. ദൈവം ഈ ദിവസങ്ങളിൽ ശക്തിയെ പകരും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പോലും അവിടെ യോർദാനിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരു പുതിയ ശക്തിയോടെയാണ്
കർത്താവായ യേശു ക്രിസ്തു മുന്നോട്ട് പോകുന്നത്. ആ ശക്തി യേശുവിൻ്റെ മേൽ ധരിച്ചതിന് ശേഷമാണ് യേശു ക്രിസ്തുവിൻ്റെ മിനിസ്ട്രി മാറിയത്. അതുകൊണ്ട് നമ്മുടെ മിനിസ്ട്രിക്ക് മാറ്റം വരണമെങ്കിൽ ഇതിനകത്തുള്ള ശക്തി പ്രാപിക്കണം. പാസ്റ്റർ മാത്രം ശക്തി പ്രാപിച്ചാൽ പോരാ, സ്തോത്രം, ദൈവദാസന്മാർ മാത്രം ശക്തി പ്രാപിച്ചാൽ പോരാ, ദൈവമക്കൾക്കും ശക്തി വേണം. ഹല്ലേലൂയ. എനിക്കൊരു ശക്തി വേണമെന്ന് എത്ര പറയും സ്തോത്രം. ഇന്നിതില്ലാതെ ഞാൻ പോകത്തില്ല. നമുക്ക് ഇന്നൊരു ആഗ്രഹമുണ്ട്, കർത്താവേ ആ ശക്തി എനിക്ക് വേണം, എനിക്ക് ശക്തി വേണം. കർത്താവ് ഈ ദിവസം എൻ്റെ ദേശത്ത് ചിലത് ഈ ദിവസങ്ങൾ നടക്കുവാൻ, എൻ്റെ കുടുംബത്തിനകത്ത് നടക്കുവാൻ, ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ മേൽ ഈ ദിവസങ്ങളിൽ ചിലത് നടക്കുവാനുള്ള ദൈവശക്തിയുടെ ആഴം എൻ്റെ മേലൊന്ന് വെളിപ്പെടുത്തണമേ. പലതും ശത്രു എന്നെ കാണിച്ചിട്ട് നിനക്ക് ശക്തിയില്ലെന്ന് പറയുമ്പോൾ ഇന്ന് വിശ്വാസം പറയാം, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എന്നാലോ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവിനത്രേ. 80 വയസ്സുള്ള മോശയെ നോക്കി പിശാച് പറയും, ആമേൻ, മോശെ നിന്റെ ശരീരം ക്ഷയിച്ചു, നിനക്കധികം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞു, മോശെ നിന്റെ ശക്തി എനിക്ക് ആവശ്യമില്ല, എൻ്റെ ശക്തി ഞാൻ നിന്റെ മേൽ പകരും. ശക്തി ആർജിക്കണം. ചിലത് തിരിച്ചു പിടിക്കണമെങ്കിൽ ശക്തി വേണം. ശത്രു ഒതുക്കുന്ന മന്ദനങ്ങളിൽ ഈ ദിവസങ്ങളിൽ കൊണ്ടുപോയതിനെ മടക്കിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവശക്തി. ആത്മാവിൽ ജനിച്ച് യേശുവിന് ഒരു അനോയിന്റിങ്ങിന്റെ ശക്തി, അനോയിന്റിങ്ങിന്റെ അതോറിറ്റി, ഒരു അഭിഷേകത്തെ ദൈവം പകരുമ്പോൾ, ആമേൻ, പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത് ശക്തി കേന്ദ്രങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ ഇടിഞ്ഞു മാറുകയാണ്. ശക്തി കേന്ദ്രങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇടിഞ്ഞു മാറി. നമുക്ക് വാ തുറന്ന് പറയാം, യേശുവിൻ്റെ നാമത്തിൽ ഇടിഞ്ഞു മാറി. ഞാൻ ചേനെ കണ്ടോണ്ടാണ് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നേരെ നിൽക്കുന്ന ചില ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഇനി വെല്ലുവിളിച്ച് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. ചിലത് പിടിച്ചു വെച്ച് ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളുണ്ട്. ഇന്ന് വിശ്വാസം പറയാം, ഞാൻ തിരിച്ചു പോകുമ്പോൾ ഗുദിയോനെ ബലപ്പെടുത്തിയ ദൈവം ഹല്ലേലൂയ ആത്മാവിൻ്റെ ഒരു ശക്തി പകർന്ന് ഈ ദിവസങ്ങളിലും ഹല്ലേലൂയ ചിലരുടെ മുമ്പിൽ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഒരു ദൈവ ശക്തി എൻ്റെ ശരീരത്തിന് മേൽ ഇന്ന് പകലിൽ ദൈവമേ പകരണമേ. ഹല്ലേലൂയ. ശക്തിയെ ധരിക്കണം. It will come upon you from the head to the toe. ഉച്ചമ ഉള്ളങ്കാലി വരെ പകരപ്പെടുന്നത് ദൈവശക്തി. ഒരു ശക്തിക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആമേൻ. അവിടെ കർത്താവിന് മേൽ ശക്തി പകരപ്പെട്ടപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന ഒരു പിശാചിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. യേശു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിശാചി പറയും. ഹല്ലേലൂയ. ശക്തി ഉള്ളവനെ കണ്ട പിശാചി ഓടും. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ദൈവശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏത് ശക്തിയാണ് ഉള്ളത്? നമുക്ക് വേണ്ടത് ദൈവശക്തിയാണ്. ആമേൻ. അപ്പോൾ അപ്പോസ്തലനായ പത്രോസും പൗലോസിൻ്റെ മേലും ശക്തി പകരപ്പെട്ടപ്പോൾ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ രോഗികളെ കൊണ്ടുവരുമ്പോൾ കർത്താവ് തൊട്ടു. മറ്റൊരു ഭാഗത്ത് കർത്താവിനെ തൊട്ടപ്പോൾ ശക്തി യേശുവിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ ഈ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ്. ഇതൊഴുകുന്ന ശക്തിയാണ്. ഇത് ചിലരെ തൊട്ടാൽ സൗഖ്യമാകും. ഈ ശക്തി എൻ്റെ മേൽ വന്നാൽ ഈ ശക്തി എൻ്റെ അകത്ത് നിൽക്കത്തില്ല, ഇത് പുറത്തോട്ട് പോകും. എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് അത് പകരപ്പെടും. ഹല്ലേലൂയ. എന്നെ കർത്താവ് ഉപയോഗിക്കും. സ്തോത്രം. ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന്, ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയാൻ പറ്റത്തില്ല. പക്ഷേ അല്പമെങ്കിലും അറിഞ്ഞാൽ വെറുതെ ഇരിക്കത്തില്ല. അല്പമെങ്കിലും അറിഞ്ഞാൽ വെറുതെ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം 2025 മാറ്റം വന്നിട്ടില്ല. മാറ്റമില്ലാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ദൈവശക്തിയാ. മാറ്റമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവിക വിശ്വസ്തതയാ. മാറ്റമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവിക വചനമാണ്. ഇത് മാറ്റമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്നേഹമാണ്. അവ യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. ദൈവത്തിന്റെ ശക്തിക്ക് ഇന്നും മാറ്റം വന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തുതി. In the name of Jesus Christ. In the name of Jesus Christ. ശക്തി വന്നാൽ വാതിറക്കുന്ന പ്രവചിക്കാൻ തുടങ്ങും. ശക്തി വന്നാൽ വാതിറക്കുന്ന ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. അവൻ ശക്തി വന്നാൽ ഈ ദിവസങ്ങളിലും ചിലതിന്റെ മേൽ അധികാരം കർത്താവ് പകരുക. ആമേൻ. ശക്തി വന്നപ്പോൾ പത്രോസ് അവിടെ ആദ്യം വന്നത് റിപ്പൻറ്റൻസ് ആണ്. പിന്നെ
അതിനുശേഷമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത്. പത്രോസ് ഉണർവ് എപ്പോഴും ശക്തിയിലാണ് തുടങ്ങുന്നത്. അവിടെ പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആദ്യത്തെ ഉണർവ് നടക്കുമ്പോൾ ബേബി ചർച്ചായിരുന്ന അപ്പോസ്തലിക സഭ വളരെ വേഗത്തിൽ പത്രോസ് പേപ്പറിലൊന്നും പരസ്യം കൊടുക്കേണ്ട വന്നില്ല, ആരോടും പറയേണ്ട വന്നില്ല. ശക്തി വന്നപ്പം ഹല്ലേലൂയ അവസ്ഥ മാറി. ശക്തി വന്നപ്പോൾ സ്നാനങ്ങൾ നടന്നു. ശക്തി വന്നപ്പോൾ ദൈവസഭയിലേക്ക് ജനം വന്നു. ഇന്ന് ജനം ദൈവസഭയിൽ വരാത്ത ശക്തിയുടെ കുറവാണ്. മനസ്സിലാകുന്ന എത്ര ദൈവമക്കളുണ്ട്? അവസ്ഥ മാറണ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്കൊരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. സ്തോത്രം. ചില ശക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ ഭൂമിയില്ലെങ്കിലും ഇന്ന് വചനം കേൾക്കുന്ന ചിലരെങ്കിലും ഈ ദിവസങ്ങൾ കർത്താവിന് വേണ്ടി ശക്തന്മാർ കർത്താവ് എഴുന്നേൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിശക്തമായി ധീരതയോടെ വീര്യത്തോടെ ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി ദൈവശക്തിയോടെ ഹല്ലേലൂയ അന്ധകാര മണ്ഡലങ്ങളെ പിടിച്ചെടുക്കുന്ന ചില വീരന്മാർ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. രോഗികളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും വല്ലവരുടെ മേലും തട്ടേണ്ടതിനും. അപ്പോൾ ശക്തി എന്താ അല്ലേ? എൻ്റെ നിഴൽ ആരുടെ മേലെങ്കിലും തട്ടി ആർക്കൊന്നും പറ്റത്തില്ല. സ്തോത്രം. ഞാൻ തട്ടിയാൽ പോലും പറ്റത്തില്ല. പക്ഷെ പത്രോസിന് മേൽ ശക്തി വന്നപ്പോൾ പത്രോസിൻ്റെ നിഴൽ നടന്നു പോകുന്ന പത്രോസിൻ്റെ നിഴലിന് വേണ്ടി ജനത്തെ കൊണ്ടിരുത്തുമായിരുന്നു. മനസ്സിലാകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. ശക്തി എന്നാണെന്ന് മനസ്സിലാകുന്നത് എത്ര പറയും? ശക്തി എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സ്വന്തം ചെയ്താട്ടെ. യേശുക്രിസ്തു നേരിൽ കെട്ടിയപ്പോൾ സൗഖ്യമായില്ല. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും വൻ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാൻ പോവാം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാണെങ്കിൽ ഏൽപ്പിച്ചിട്ട് പറ, ഈ ശക്തി കർത്താവേ, ഈ ശക്തിയൊക്കെ വളരെ ചെറിയ ശക്തിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പരിമിതപ്പെടത്തില്ല. ആ ശക്തിയെ ധരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിലും ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ പിന്നോട്ടില്ല, ഞാൻ മുന്നോട്ട് പോകും. സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും വിധത്തിൽ കർത്താവിനെ തൊടാൻ വേണ്ടി ഒത്തിരി പേര് ഓടി നടന്നു. പക്ഷേ കർത്താവ് ശക്തിയെ ഇവരുടെ മേൽ പകരുമ്പോൾ, ആമേൻ, ആ നേള് തട്ടുമ്പോൾ അനേകർ സൗഖ്യമായിക്കൊണ്ടിരുന്നു. ആമേൻ. ആഫ്രിക്കയിലൊരു ദേവദാസൻ ഇത് ചെയ്യുന്ന ഞാൻ കണ്ടായിരുന്നു. കുറ്റം പറയല്ലോ. നേള് വരുമ്പോൾ ആൾക്കാർ വീഴുന്നുണ്ട്, പക്ഷേ സൗഖ്യം നടക്കുന്നില്ല. പക്ഷെ കർത്താവിൻ്റെ വചനപ്രകാരം സൗഖ്യം, വിടുതൽ അല്ലെങ്കിൽ രോഗബന്ധനം കഴിഞ്ഞ് മാറാം. അപ്പോൾ കർത്താവ് ആ ശക്തിയല്ല, അതിനപ്പുറത്തൊരു ശക്തിയാണ് ദൈവം നമ്മുടെ ജീവിതങ്ങളെ മേൽ പകരുന്നത്. അപ്പോൾ നമുക്ക് ഈ ശക്തി ധരിച്ചു കഴിയുമ്പോൾ നമുക്കുള്ള പ്രത്യേകത അനേക കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം ഒന്നും എനിക്കറിയത്തില്ല, എല്ലാം ഒന്നും പറയാനും പറ്റത്തില്ല. സ്തോത്രം. അപ്പോൾ നമ്മൾ ആരോ പറഞ്ഞു, ഓൾ പീപ്പിൾ ആർ പ്രിസണേഴ്സ് ഇൻ ദംസെൽവ്സ്. എല്ലാവരും ഒരു ആണോ? ആരാ പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല, ഞാൻ തന്നെയാണെന്ന് തോന്നുന്നു. ആരോ പറഞ്ഞ കേട്ടോ. ആമേൻ. എവറി പേഴ്സൺ ഈസ് എ പ്രിസണർ ഇൻ ദംസെൽഫ്. ഏതെങ്കിലുമൊക്കെ മണ്ഡലത്തിൽ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഉന്നതനും ശ്രേഷ്ഠനുമെന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങൾ പോലും. പക്ഷെ അവർ പറയത്തില്ലെന്നുള്ളൂ, രഹസ്യത്തിൽ ഇത് കീപ്പ് ചെയ്യുള്ളൂ. പക്ഷേ ഇന്ന് കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ ഈ ഉന്നതന്മാർക്കും ഈ ശ്രേഷ്ഠന്മാർക്കും ലോകം വാഴ്ത്തുന്ന അനേകർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ദൈവമക്കളെ, എഫീസ്യ സഭയെ, ലോകത്തുള്ള മുഴുവൻ സഭയെ, ദൈവത്തിൻ്റെ സഭയെ, ആമേൻ, അദ്ദേഹം പറയുകയാണ്, ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയാൻ മാത്രമല്ല, അത് ലഭ്യമാണ് ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിലും എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നവരുടെ മേൽ ഹല്ലേലൂയ ഇന്ന് തന്നെ ഈ നിമിഷത്തിൽ തന്നെ പകരാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരാണെങ്കിൽ കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യ്.
സ്വർഗത്തിൽ നിന്നുള്ള ശക്തി യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ഭൂമിയിൽ നിന്നുള്ള ശക്തിക്ക് പരിമിതികളുള്ളപ്പോൾ സ്വർഗത്തിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങിയാൽ ഏത് കെട്ടിനെയും പൊട്ടിച്ച് എന്നെ പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവ ശക്തി. ഹല്ലേലൂയ. അവ ശത്രു ആരാണെന്ന് ആത്മീയ മണ്ഡലം തിരിച്ചറിഞ്ഞ അഭിഷക്തൻ, വെളിപ്പാടുള്ള വ്യക്തി, മൂന്നാം സ്വർഗത്തോളം കയറി ചെല്ലുവാൻ ഇടയാക്കിയ ദൈവശക്തിയിൽ ആത്മാവിൽ എടുക്കപ്പെട്ട ഒരു വ്യക്തിത്വം പറയുകയാണ്. സ്തോത്രം. ശത്രു പ്രബലനാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൽ വീണ്ടും ജനിച്ച പരിശുദ്ധിയാത്മാവിനാൽ അഭിഷക്തനായവനെ സംബന്ധിച്ചിടത്തോളം ശത്രു പ്രബലനല്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ശത്രു പ്രബലനാണ്. ഞാൻ യേശുവിനെ അറിയാതിരുന്നപ്പോൾ ഞാൻ ബന്ധനത്തിലായിരുന്നു. സ്തോത്രം. ബന്ധനത്തിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. യേശുവിനെ അറിഞ്ഞപ്പോഴാ പിശാചിൻ്റെ ശക്തി എൻ്റെ മേൽ നിന്ന് അഴിഞ്ഞത്. തിരിച്ചറിഞ്ഞ എത്ര പേരുണ്ട്? അവൻ പ്രബലനാണ്. പക്ഷേ ആ പ്രാബല്യം ഒന്നും യേശുവിൻ്റെ അടുക്ക് നടക്കത്തില്ല. ആ ശക്തി ഒന്നും യേശുവിൻ്റെ അടുക്ക് വന്നാൽ നടക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഈ ശരീരത്തിന് മേൽ വ്യാപരിക്കുന്നതെങ്കിൽ ഒരു ശക്തിക്ക് എൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കത്തില്ല. ഏത് കഠിനം പഠിക്കാൻ, ഏത് ബന്ധനത്തെയും തകർക്കുവാൻ, ഏത് ശക്തി കേന്ദ്രങ്ങളെയും തകർക്കുവാൻ, ഏത് മാനസിക പ്രശ്നത്തെയും ഇന്ന് സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും. വിളിച്ചപേക്ഷിക്കുന്ന ഏവന്റെ മേലും തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകരും. ആഗ്രഹിക്കുന്നതിന്റെ മേൽ ദൈവം പകരും. അവന്റെ നിറമോ വനമോ ഹല്ലേലൂയ പാരമ്പര്യമോ പശ്ചാത്തലമോ കുടുംബ പാരമ്പര്യമോ വിദ്യാഭ്യാസമോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. വിളിച്ചപേക്ഷിക്കാൻ തയ്യാറാണോ? കരയാൻ തയ്യാറാണോ? ആഗ്രഹിക്കാൻ തയ്യാറാണോ? സ്തോത്രം. കർത്താവ് പകർന്നിരിക്കും. ഹല്ലേലൂയ. ദൈവം ആരുടെയും മുഖം നോക്കുന്നതല്ല. സ്തോത്രം. ദൈവം ഹൃദയത്തെ കണ്ട് പ്രവർത്തിക്കുന്ന സത്യദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ പൈശാചിക മണ്ഡലത്തിൻ്റെ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ, ലെഗിയോൻ ഭൂതം ബാധിച്ചവനെ പിടിച്ചു നിർത്താൻ നാട്ടുകാർക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും പറ്റിയില്ല. സ്തോത്രം. അപ്പോൾ അവൻ്റെ ശക്തി എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് അറിയാം. ചിലരുടെ മേൽ ഈ ശക്തി വ്യാപരിക്കും. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ശക്തി എന്താണെന്ന് നമുക്കറിയാം. ചിലരെ പിടിച്ചാൽ നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ശക്തി ഉണ്ടോ. ശക്തിയുണ്ട്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് പിടിച്ചാൽ നീക്കത്തില്ല. യേശുവിൻ്റെ മുമ്പിൽ അനേകർ നാട്ടുകാരും വീട്ടുകാരെയൊക്കെ പിടിച്ച് ചങ്ങലയിട്ട, പക്ഷെ ചങ്ങല പൊട്ടിച്ച ശക്തിയാണ്. ഹല്ലേലൂയ. വീട്ടിൽ കിടന്നുറങ്ങാതെ അവനെ നിരന്തരമായി രാത്രികാലങ്ങളിൽ ശവകല്ലറകൾ കുണ്ടിൽ കൊണ്ടെന്നിച്ച് അതിൽ കിടന്നുറക്കുക. ആമേൻ. ശക്തിയെ യേശുക്രിസ്തു ഒറ്റ വചനത്താൽ ആ ശക്തിയുടെ കേന്ദ്രങ്ങളെ യേശു തകർത്തു കളഞ്ഞു. ഹല്ലേലൂയ. 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 ഇരുമ്പു ചങ്ങലകളെ പൊട്ടിച്ച് ശക്തിയെ തകർക്കാൻ കഴിയുന്ന ഒരു ദൈവശക്തി. ലെഗിയോൻ ബാധിച്ചവനെ സൗഖ്യമാക്കി യേശു. ഞാൻ കണ്ടിട്ടുണ്ട്. കുരങ്ങ് പോലെ ചാടി ജനാലകൾക്കുള്ളിൽ പിടിച്ചു കയറുന്ന ശക്തിയുണ്ട്. പക്ഷേ അതിനെ വാക്കുകൾ കൊണ്ട് കീഴടക്കാൻ കഴിയുന്ന ഒരു ശക്തി നമ്മുടെ മേൽ ഈ ദിവസങ്ങൾ വ്യാപരിക്കുവാൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രപഞ്ച ശക്തിയെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. ആമേൻ. ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പാത്രം പറയുകയാണ്. ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ആമേൻ ആകാശ മണ്ഡലങ്ങളുടെ ശക്തിയെ പിടിച്ചു നിർത്തിയ ദൈവം യേശുക്രിസ്തു കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റ് അവിടെ നിൽക്കുവാനിടയായെങ്കിൽ അതൊരു ശക്തിയല്ലേ. ഹല്ലേലൂയ. അപ്പോൾ ഇന്നും ആ ശക്തി കർത്താവ് നമ്മുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. അവിടെ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയാലത്രയാകുന്നു. അപ്പോൾ ദൈവരാജ്യം വചനം മാത്രമായിട്ടല്ല, ശക്തി കൂടി അതിനകത്ത് വെളിപ്പെടണം. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പറയണം, കർത്താവേ ഞങ്ങൾ ഒത്തിരി വചനം പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പേരോട് വചനം സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഞങ്ങൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷേ കുറവ് ശക്തിക്കായിരുന്നു. സ്തോത്രം. എൻ്റെ ഒരു പ്രാർത്ഥന ഇന്ന് എത്ര പേർന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ. ഈ 2025 തീരുന്നതിന് മുമ്പ് ഒരു ശക്തി ഹല്ലേലൂയ അത് തീരണ്ട ഇന്ന് തന്നെ എൻ്റെ മേലൊന്ന് പകരണം. അപ്പോൾ വചനത്തിൻ്റെ ശക്തി അവൻ ഇന്ന് ദൈവസഭയിൽ വെളിപ്പെടണം.
ആത്മാവിൻ്റെ ശക്തിയോടെ ഈ ദിവസങ്ങളിൽ ചിലതിനെ പിടിച്ചെടുക്കുവാൻ, ചിലതിനെ പിടിച്ചു കെട്ടുവാൻ, ജയിക്കേണ്ട മണ്ഡലങ്ങളെ ജയമെടുക്കുവാൻ, അവിടെ മുട്ടോളം പോരാ, അരയോളം പോരാ, കഴുത്തോളം പോരാ, നീന്തി തുടിക്കുന്ന ജീവനദിയിലേക്ക് എന്നെ നയിക്കണമേ, ഇറക്കണമേ ഒക്കെ നമ്മൾ പാടാറുണ്ട്. അപ്പോൾ ഒരു അടുത്ത തരത്തിലുള്ള ശക്തിയുണ്ട്. ആ ശക്തിയുടെ ആഴം എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ അതിൻ്റെ ശക്തിയുടെ അല്പം നമ്മുടെ മേൽ പകർന്നാൽ, ദൈവശക്തിയുടെ അല്പം മതി. സ്തോത്രം. അല്പം, ദൈവശക്തിയുടെ അല്പം മതി, ഒരുപാടൊന്നും വേണ്ട, ചെറിയത്. ജസ്റ്റ് എ സ്പോട്ട് ഓഫ് ദ പവർ ഓഫ് ഗോഡ് അതെൻ്റെ മേലൊന്ന് തൊട്ടാൽ, ഹല്ലേലൂയ, മറ്റെല്ലാ ശക്തിയും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറും. അപ്പോൾ ദൈവം വചനത്തിൻ്റെ ശക്തി ഇന്ന് ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങിയപ്പോൾ, അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പം അവിടെ ജനം ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടപ്പോൾ, ദൈവത്തെ ആരാധിച്ചപ്പോൾ, അവിടെ ദൈവശക്തി ഇറങ്ങിയപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ കുലുക്കി. ശക്തിയാ അവിടെ ഇരുന്ന കാരാഗ്രഹത്തിന് അടിസ്ഥാനത്തെ കുലുക്കാൻ കഴിയുന്ന ദൈവശക്തിയുണ്ട്. ആ ശക്തി മാത്രമല്ല, അവരുടെ കരങ്ങളിൽ ഇരുന്ന ഇരുമ്പ് ചങ്ങലെ അഴിച്ച ശക്തിയുണ്ട്. അവരുടെ കൈ മാത്രമല്ല, ഇരുന്ന എല്ലാവരുടെയും കയ്യിൽ ചങ്ങല അഴിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. വാതിലുകൾ തന്നെ തുറക്കാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ hallelujah. In the name of Jesus, we believe in the power of God. We believe in the resurrected power of God. We believe the manifested power and miracles of God. ഇന്നും ദൈവശക്തി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ആഗ്രഹിക്കാത്തവർക്കല്ല ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, hallelujah, പകരാൻ സ്വർഗം തയ്യാറാണ്. hallelujah, ആമേൻ. ഈ വാക്കുകൾ പ്രസ്താവിക്കുമ്പോൾ തന്നെ കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുമ്പോൾ തന്നെ ആ വചനത്തിൻ്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങി. ആമേൻ. ഇന്ന് എല്ലായിടത്തും പോയി നമുക്ക് വചനം പ്രസംഗിക്കാൻ കഴിയത്തില്ല. പക്ഷേ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും വചനത്തിൻ്റെ ശക്തി കടന്നു ചെല്ലുമ്പോൾ അവരിയ്ക്കുന്ന സ്ഥലങ്ങളിലായിരിക്കുന്നവരുടെ മേൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ പകരാൻ കഴിയുന്നൊരു ദൈവശക്തി ഞാൻ വിശ്വസിക്കും ഈ കാലഘട്ടങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് വരാൻ സമയമായിരിക്കുന്നു. അതിനു മുമ്പ് സുവിശേഷം എത്തപ്പെടേണ്ട മണ്ഡലങ്ങളിൽ എത്തപ്പെടും. ചില ശക്തന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. വാ തുറക്കുമ്പോൾ, വചനം സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ചിലരെ ദൈവം നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഭൂമിയിൽ ഏത് കോണിലും വചനം ചെന്നെത്താൻ ഇന്ന് കഴിവുണ്ട്. പക്ഷേ വചനത്തിനകത്ത് ശക്തിയോടെ വേണം. ഇന്ന് പലരും വചനം കേട്ട് മടുത്തിരിക്കുകയാണ്, സ്തോത്രം. പക്ഷേ അതിന് കാരണം വചനത്തിനകത്ത് ശക്തി വ്യാപരിക്കണം. അപ്പോസ്തലനായ പൗലോസിനെ പറ്റി പറയുമ്പോൾ അവർ പറയുന്നത്, അപ്പോസ്തലനായ പൗലോസിന് വചനമറിയാം, പക്ഷേ അദ്ദേഹത്തിന് ശക്തിയില്ല. ഇന്ന് പൗലോസ് അപ്പോസ്തലനെ പോലും അവർ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ വരും, ഞാൻ വന്നിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഐ വിൽ മാനിഫെസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തി ഉണ്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസം വരാൻ പോവാം. സ്തോത്രം. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ ആമേൻ വചനം പറയുമ്പോൾ അവർ പറയും, ഇന്ന വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഒരു അന്യഭാഷ വരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവർ പറയുമ്പോൾ തന്നെ അവരുടെ മേൽ ഒരു ദൈവശക്തി ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ആമേൻ. അപ്പോൾ ദൈവിക അധികാരത്തോടെ ശക്തിയെ പകരുവാൻ ദൈവത്തിന് ആത്മാവോടെ ബഹുനിശ്ചയത്തോടുകൂടി 1 തെസ്സലോനിക്ക ലേഖനം 1:5 പറയുകയാണ്, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടെ പരിശുദ്ധാത്മാവോടെ ബഹുനിശ്ചയത്തോടുകൂടെ ആമേൻ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. അപ്പോൾ ദൈവശക്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ആമേൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ വ്യാപാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ വിട്ടുമാറണം.
ദൈവത്തിൻ്റെ വചനം അകത്ത് കയറാൻ സമ്മതിക്കാതെ ആത്മീയ കണ്ണുകളെ കുരുടാക്കുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ അഴിഞ്ഞു മാറിപ്പോടെ. In the name of Jesus. വചനം ഒരു മടുപ്പായി മാറുമ്പോൾ, വചനം ഉറക്കമിടുമ്പോൾ, വചനം പലരുടെ ജീവിതത്തിൻ്റെ മേലും ആമേൻ കടന്നു ചെല്ലുവാൻ ശത്രു സമ്മതിക്കാതിരിക്കുമ്പോൾ ഇന്ന് പകലിൽ ആത്മീയ കണ്ണുകൾ തുറക്കുവാൻ ഒരു പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സഭയുടെ കണ്ണൊന്ന് തുറക്കണമേ. ഹല്ലേലൂയ. അവന്റെ വിളിയാൽ ആശ ഇന്നതെന്ന് തിരിച്ചറിയുവാൻ, വിശുദ്ധന്മാരുടെ മഹിമാധനമെന്നാണ് തിരിച്ചറിയുവാൻ, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഈ വരം അറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിലും ദൈവ പെന്തക്കോസ്ത ഗോളത്തിൽ നിന്ന് ഞാൻ ആരെയും കുറ്റം പറയാൻ സ്വന്തം യോഗ്യതയില്ല എനിക്ക്. പക്ഷേ എന്നാലും വചനത്തിൻ്റെ ശക്തിയെ പലപ്പോഴും ഇന്ന് കുറഞ്ഞു പോകുമ്പോൾ ഇതിനകത്ത് പെന്തക്കോസ്ത് അല്ലെങ്കിൽ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ അനുഭവമാണല്ലോ. അപ്പോൾ അങ്ങനെ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ആണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ബ്രദറും സഭയ്ക്കകത്ത് എൻ്റെ ഒരു അറിവുകാരം പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നിന്ന് പോയെന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അവർക്ക് വചനത്തിനകത്ത് നല്ല നല്ല തികവാണ്. സ്തോത്രം. പക്ഷേ വചനത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അവിടെ പ്രകടമല്ല. ആമേൻ. വചനത്തിനകത്ത് ഒരുപാട് പാണ്ഡിത്യമില്ലെങ്കിലും ഈ വചനം പറഞ്ഞ അപ്പസ്തലനായ പത്രോസിൻ്റെ വായിൽ നിന്ന് വചനം വരുമ്പോൾ ശക്തി പുറപ്പെട്ടു. വചനത്തിനകത്ത് ശക്തി വേണം. ഒരുപാടൊന്നും പറഞ്ഞില്ല, പറയുന്നത് ജീവിതങ്ങൾ ക്രിയജനം മാറ്റങ്ങൾ വരണം. അവിടെ ഇന്നും ഈ വചനത്തിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം പെന്തക്കോസിൽ ഉണ്ട്. അത് അവരിലുണ്ടെന്ന് പറഞ്ഞാലും ഇതിനെ അവർ അനുകൂലിക്കുന്നുവെങ്കിലും പക്ഷേ അവരുടെ ശുശ്രൂഷകൾ അത് വ്യക്തമായി വെളിപ്പെടുന്നില്ല. മാത്രമല്ല സ്തോത്രം, അത് ചെയ്യുന്നവരെ കുറ്റം പറയുന്ന ഒരു പ്രവണത ഉണ്ട്. ഞാൻ ദിവസം ഒന്ന് തൊട്ടിട്ട് പോവുകയാണ്. അതുകൊണ്ട് അത് അല്പം കെയർഫുള്ളായിട്ടിരിക്കണം. ആമേൻ. സ്തോത്രം. നമുക്ക് ഒരു കൈ പോരാ, രണ്ട് കൈയും വേണം. സ്തോത്രം. ഒരു കൈ കൊണ്ട് ചിലരെ ആശ്വസിപ്പിക്കാൻ, ഒരു കൈ കൊണ്ട് ചിലരെ വാരിപ്പുണരാൻ, മറ്റേ കൊണ്ട് ഒരു ശാസനയും ഹല്ലേലൂയ സ്തോത്രം കൊടുക്കുന്നൊരു ദൈവമുണ്ട്. അതേ ദൈവ സ്നേഹത്തിൽ വചനത്തിൻ്റെ സത്യം സ്നേഹത്തിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എഫീഷ്യ സഭയോട് പറയുകയാണ്. എഫീഷ്യ സഭ 4 അവിടെ പറയുകയാണ്. അതേ ഈ ദിവസങ്ങളിലും ദൈവസഭ വചനത്തിൻ്റെ അത് എനിക്ക് തോന്നുന്നത് 4 ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിൻ്റെ 4 എഫീഷ്യരുടെ പുസ്തകത്തിൽ തന്നെയാണ് നമ്മൾ കൂടുതലും പറയുന്നത്. അങ്ങനെ ഇനി നാം സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. 4:15. അതെ, സ്നേഹത്തിൽ അവൻ ശാസിച്ചാലും തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും എന്ത് പറഞ്ഞാലും സ്നേഹത്തിലായിരിക്കണം. ഞാനിവിടെ വചനം പറയുമ്പം ഇവിടെ ഇരിക്കുന്ന സഹകാരുടെ ജീവിതത്തിന് മാറ്റം വേണം ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ ആഗ്രഹം കുറയുമ്പം ഞാൻ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ. സ്തോത്രം. ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് സന്തോഷിപ്പിക്കുക എന്നുള്ള അല്ലെങ്കിൽ പേരെടുക്കാനല്ല നമ്മൾ വചനം പറയുന്നത്. വചനം പറയുമ്പോൾ അതിൻ്റെ ശക്തി വെളിപ്പെടണം. ജീവിതങ്ങൾ രൂപാന്തരം വേണം, ജീവിതങ്ങളിൽ മാറ്റം വരണം, ദൈവത്തോട് അടുക്കണം, അവർ വിശുദ്ധന്മാരായി തീരണം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ജീവിതങ്ങളുടെ മേൽ വെളിപ്പെടണം, ശത്രുവിൻ്റെ പദ്ധതികൾ തകരണം. അത് വചനത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. വചനം എന്ന് പറഞ്ഞാൽ ഇരുവായ്ത്തല കാലിനേക്കാളും മൂർച്ചയേറിയതായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഈ ദിവസങ്ങളിൽ ദൈവസഭകൾക്കുള്ളിൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം എഫീഷ്യ സഭയിലേക്ക് പോകാൻ പോവുകയാണ്, വരാൻ ആഗ്രഹിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഈ തിമോത്തിയോസിനെ ഇവിടുത്തെ പാസ്റ്ററാക്കിയിട്ട് അദ്ദേഹം പോയി. പിന്നീട് ജയിലിൽ കഴിയുമ്പോൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനമാണ് 1 തിമോത്തിയോസും 2 തിമോത്തിയോസും. അവിടെ
തിമോത്തിയോസിനെ കാണുവാൻ വേണ്ടി ഹൃദയം കൊണ്ട് വെമ്പുന്ന ഒരു അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, താമസിച്ചു പോയാലോ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടത് ഞാൻ നിനക്ക് എഴുതുകയാണ്. അപ്പോൾ ദൈവസഭയ്ക്കകത്ത് കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന്, എഫീസ്യ സഭയിൽ ആയിരിക്കുന്ന തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദൈവസഭയ്ക്കുള്ളിൽ മറ്റൊരു ഉപദേശം വരാൻ പാടില്ല. ആമേൻ. ദൈവസഭയ്ക്കുള്ളിൽ ഈ ദിവസങ്ങളിലും ദൈവസഭയിൽ അഭിഷക്തന്മാരില്ലെന്നും ദൈവസഭയിൽ പാസ്റ്റർമാർ വേണ്ടെന്നും ഉള്ള ഉപദേശങ്ങൾ ഇന്നുണ്ട്. സ്തോത്രം. പക്ഷേ എഫീഷ്യൻ ലേഖനത്തിന് 4:10 പറഞ്ഞിട്ട് ഞാൻ പോകട്ടെ. 4:10 ഈ ദൈവസഭയ്ക്കുള്ളിൽ യേശുക്രിസ്തു താഴെ ഇറങ്ങി, എന്നിട്ട് മുകളിലോട്ട് കയറി. എവിടെ? പാതാളത്തിലിറങ്ങി. എന്നിട്ട് ഏറ്റവും ഉയർത്തി കർത്താവ് കയറി. എന്നിട്ട് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ അയച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് 4:10 വായിക്കാം. സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. 5 തൂണുകളെപ്പറ്റി വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിനെ പോലൊരു അഭിഷക്തന് ആമേൻ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ ഒന്നായിരിക്കുന്നതിനെ ഇതിനെ എതിർത്ത് സംസാരിക്കാൻ കഴിയുന്ന ആരുമില്ല. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ ആമേൻ ഒരു ദൈവസഭയിലുള്ള പാസ്റ്റർ എങ്ങനെയായിരിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള ബിഷപ്പ് എങ്ങനെയായിരിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മൂപ്പന്മാർ എങ്ങനെയായിരിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്തോത്രം, ഇത് വ്യക്തമായി വായിച്ചാൽ നമുക്ക് കാര്യം മനസ്സിലാകും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഉപദേശങ്ങൾ വരുന്നുണ്ട്. സ്തോത്രം. പക്ഷേ ആമേൻ അതിൻ്റെ ഒരു ബാഹുല്യമുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തയ്യാറായാൽ മതി, ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വായിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. വായിക്കുക മാത്രമല്ല, അതൊന്ന് വ്യക്തമായി മനസ്സിലാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായമൊന്ന് തേടുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ വെളിപ്പാടിൻ്റെ ആത്മാവ് ദൈവം നമ്മുടെ മേൽ പകരും. ആമേൻ. ആമേൻ. നമുക്ക് ഒറ്റ കാര്യം മതി, വി നീഡ് ട്രൂത്ത്. സത്യത്തിന് മാത്രമേ ഒരു വ്യക്തിയെ സ്വതന്ത്രമാക്കാൻ കഴിയത്തുള്ളൂ. സത്യത്തിന് മാത്രമേ സ്വതന്ത്രമാക്കാൻ കഴിയത്തുള്ളൂ. സത്യം നിങ്ങൾ അറിയും, ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാകും. സ്തോത്രം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ബൈബിൾ വായിക്കണം പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും പഠിക്കുന്ന കാര്യം പറയുമ്പോൾ നമുക്കൊരു മടുപ്പ്. അതുകൊണ്ട് പഠിക്കാമെന്ന് പറയുന്നില്ല, സ്വന്തം വചനം ധ്യാനിക്കാം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ ആണെന്ന് വചനം വായിച്ച് നോക്കിയാൽ മനസ്സിലാകും. അത് പറഞ്ഞിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി. സ്തോത്രം. ദൈവശക്തിക്കുള്ളിൽ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ. ഈ ദിവസങ്ങളിൽ എന്നെ വിശ്വസിക്കേണ്ട, വചനം വായിച്ച് പരിശുദ്ധാത്മാവിൽ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, ദൈവ വചനത്തിനകത്തുള്ള സത്യങ്ങൾ ഈ ദിവസങ്ങളിൽ ആമേൻ പരിശുദ്ധാത്മാവിന് മാത്രമേ വെളിപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. ചിലർ പറയും അഭിഷക്തനെന്ന് വിളിക്കരുതെന്ന്. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു ആമേൻ ദൈവസഭയ്ക്ക് അഭിഷേകം പ്രാപിച്ച സകല അഭിഷക്തന്മാരാണെങ്കിൽ അഭിഷക്തന്മാരെ വിളിച്ചാൽ എന്താ കുഴപ്പം? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവർ ദൈവശക്തിയോടെ ത്യജിച്ച് അല്ലേ? അതെ. 2 തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 3:5 പറയുകയാണ്, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. പക്ഷെ ഇത് ജഡിക സഭകളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ശക്തിയെ ഇന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഉപദേശങ്ങളുണ്ടെങ്കിൽ അത് ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ തടസ്സമായി നിൽക്കും. സ്തോത്രം. ആമേൻ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ അധികം അതിൽ നിൽക്കുന്നില്ല. ദൈവസഭ യേശുവിൻ്റെയാണ്. അപ്പോൾ
പരിശുദ്ധാത്മാവ് അധ്യക്ഷനായിരിക്കുന്ന ആ സഭയ്ക്കുള്ളിൽ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും യേശു ക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്തു. ദൈവം അവനോട് കൂടെ ഇരുന്നു. ആമേൻ. അതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒരു പോലീസുകാരൻ വഴിയെ യൂണിഫോം ഇട്ട് പോയാൽ അദ്ദേഹത്തിന് 50 കിലോ ഉള്ളെങ്കിലും ഒരു ഇൻസ്പെക്ടറോ SP ആണെങ്കിൽ നമുക്കൊരു ബഹുമാനം തോന്നും. ഒരു പള്ളിയിലച്ഛൻ ലോഹ ഇട്ടുകൊണ്ട് പോയാൽ ആൾക്കാരിന്ന് ബഹുമാനിക്കും. പക്ഷേ ഇദ്ദേഹം ഈ ലോഹ അഴിച്ചു വെക്കുകയോ പോലീസുകാരൻ ഈ കാക്കിക്കുപ്പായം മാറ്റി വയ്ക്കുകയോ ചെയ്തിട്ട് വഴിയെ പോയാൽ ആരെങ്കിലും ശ്രദ്ധിക്കൂ? സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അഭിഷേകം ധരിച്ചവനാണെങ്കിൽ അവൻ പൈശാചിക മണ്ഡലം ഭയപ്പെട്ടിരിക്കും. ദൈവശക്തി ഉള്ളവനെ കണ്ട, അധികാരമുള്ളവൻ്റെ മേ കണ്ട, സ്റ്റാർ ഉള്ളവനെ കണ്ട പിശാചിനറിയാം. ഇന്ന് ദൈവശക്തി ഇല്ലാതെ അഭിഷേകം നമ്മുടെ മേൽ ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ആ ദൈവിക അഭിഷേകത്തിൻ്റെ ശക്തി എൻ്റെ മേലൊന്ന് പകരണം. ആമേൻ. ഇത് കുറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് മറ്റേ നേരെ നിൽക്കുന്ന ശക്തിയെ തടുക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മളൊരു ശക്തി പ്രാപിക്കുക മാത്രമല്ല, ഈ ദിവസങ്ങളിൽ ആ ശക്തിയെ പുതുക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ തയ്യാറാകാം. ആമേൻ. അപ്പോൾ ശിംശോൻ്റെ വലിയ സൈസൊന്നും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ശിംശോൻ്റെ വെയിറ്റും ആകൃതിയൊന്നും എഴുതി വെച്ചിട്ടില്ല. അദ്ദേഹം ഗോലിയാത്തിനെ പോലെ ആണെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ഒരു വിഷയം വരുമ്പം സ്വഭാവം മാറും. സ്തോത്രം. പിശാച് പല പ്രശ്നങ്ങളും കൊണ്ടുവരുമ്പോഴായിരിക്കും പെട്ടെന്നായിരിക്കും നമ്മുടെ പഴയ മനുഷ്യൻ പെട്ടെന്ന് പുറത്തു വരുന്നത്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ശക്തി ഇല്ലെന്ന് ചിന്തിച്ചാലും പൈശാചിക മണ്ഡലത്തിൻ്റെ ചില തലങ്ങൾ എനിക്ക് നേരെ ഉയർന്നു വരുമ്പോൾ ദൈവശക്തി എൻ്റെ മേൽ ദൈവം ആ സമയം പകരും. സ്തോത്രം. എനിക്കറിയാം എൻ്റെ ബലഹീനത എന്നാണ്, അത് പിശാചിനും അറിയാം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. എൻ്റെ വീക്ക്നെസ്, എൻ്റെ ബലഹീനത പിശാചിൻ്റെ ശക്തിയാണ്. ബലഹീനതയില്ലാത്ത ആരുമില്ല ലോകത്തിൽ. മോശയ്ക്ക് ബലഹീനത ഉണ്ടായിരുന്നു, ദാവീദിന് ബലഹീനത ഉണ്ടായിരുന്നു, എനിക്ക് ബലഹീനത, നമുക്കെല്ലാവർക്കും ബലഹീനത ഉള്ളവരാണ്. പക്ഷെ ബലഹീനതയെ വ്യക്തമായി അറിയുന്നവൻ രണ്ടുപേരാണ്. ഒന്ന് പിശാച്, രണ്ട് ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. പിശാച് എൻ്റെ ബലഹീനതയെ മുതലെടുക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം എൻ്റെ ബലഹീനതയിൽ എന്നെ ശക്തിപ്പെടുത്തും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എൻ്റെ ബലഹീനതയാണ് എൻ്റെ ദൈവത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. എന്ത് ബലഹീനതയാണെങ്കിലും ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചിട്ട് പറയണം, കർത്താവേ എൻ്റെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേലൊന്ന് ഇന്ന് പകലൊന്ന് പകരണമേ. ഹല്ലേലൂയ. ഒരു സിംഹമോ കരടിയോ ചാടി വരുമ്പം ആമേൻ ദാവീദ് നിലവിളിക്കും, അപ്പോൾ ഒരു ശക്തി അവൻ്റെ മേൽ വരും. ഹല്ലേലൂയ. പിടിച്ച് വലിച്ചു കീർക്കളയും. സ്തോത്രം. പൈശാചിക കൊണ്ട് എനിക്ക് നേരെ അടുക്കുമ്പോൾ ദൈവസന്നിധി നിലവിളിച്ച് കരയാൻ തയ്യാറാണോ? ആ നിമിഷത്തിൽ ഒരു ദൈവശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു. ദൈവം ഐശ്വര്യക്കും, ദൈവം ഐശ്വര്യക്കും. ഹല്ലേലൂയ. ഒരു ശിംശോൻ കഴുത താടിയല്ലുള്ളെങ്കിലും ആമേൻ ശിംശോൻ വിളിച്ചു കളഞ്ഞ് കർത്താവേ ശക്തിയെ തരണമേ. ഹല്ലേലൂയ. കഴുത താടിയില്ലെങ്കിൽ താടിയല്ല, ശക്തിയോടെ അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയ ദൈവം. ഹല്ലേലൂയ. ബലഹീനതൊന്നും ദൈവത്തിന് വിഷയമല്ല. എത്ര ആമേൻ ശത്രു മുമ്പിലുണ്ടെന്നുള്ള വിഷയമല്ല. ഒരു ദൈവശക്തി വ്യാപരിച്ചാൽ മുമ്പിൽ എത്ര പൈശാചിക മണ്ഡലങ്ങൾ ആമേൻ കീഴടക്കുവാൻ നിനക്ക് നേരെ ഉയർന്നു വന്നാലും ഒരു ദൈവശക്തിയുടെ അമിത വ്യാപാരം ഇന്ന് പകലിൽ വെളിപ്പെട്ടാൽ തയ്യാറാണ്. ബലഹീനത ഏറ്റു പറയാൻ തയ്യാറാകണം. ആമേൻ. ചില പാപചിന്തകൾ വരുമ്പോൾ വിളിച്ചു പറയണം, കർത്താവേ എനിക്ക് ശക്തി വേണം. ആമേൻ. ചില കോപങ്ങൾ എൻ്റെ മേൽ വരുമ്പോൾ പറയണം, കർത്താവേ എനിക്ക് ശക്തി വേണമേ. ചില ചിന്തകൾ വരുമ്പോൾ പറയണം, എനിക്ക് ശക്തി വേണം കർത്താവേ. ആമേൻ. ദൈവം വിശ്വസ്തൻ, ദൈവം വിശ്വസ്തൻ തന്നെ.
ഞാൻ വിശ്വസിക്കുകയും വിശ്വസനാണ്. ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ശക്തിയില്ല പൊന്ന് കർത്താവ് ഇത് പറയാനായിട്ട് എനിക്ക് ആവശ്യം ശക്തിയാണ്. ഇത്രയെങ്കിലുമൊക്കെ എന്തൊക്കെ പറയാൻ കിട്ടിയത് എൻ്റെ ശക്തിയൊന്നുമില്ല. ഇത് കർത്താവ് തന്ന ശക്തി മാത്രമേ എനിക്കുള്ളൂ. വേറെ ഒരു ശക്തി എനിക്കില്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. നിൽക്കുന്നത് ശക്തി തന്നതുകൊണ്ട് മാത്രമാ, മുന്നോട്ട് പോകുന്നത് ശക്തി തന്നതുകൊണ്ട് മാത്രമാ, ഇത്രയും നാളും ജീവിച്ചിരുന്നത് ദൈവശക്തി കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ശത്രു തകർക്കുവാൻ പദ്ധതിയിട്ടാലും ഇന്ന് ദൈവശക്തിയുള്ളവനെ തകർക്കാൻ കഴിയത്തില്ല. ആമേൻ. തീയിൽ കൊരുത്തത് ആമേൻ വെയിലത്ത് വാടത്തില്ല. ചില വിഷയങ്ങളൊക്കെ വരുമ്പം ആമേൻ കരയരുത്, കർത്താവിനെ കുറ്റം പറയരുത്. കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? തീയിൽ കൊരുത്തത് വെയിലത്ത് വാടത്തില്ല. തീയിൽ കൊരുത്ത ചിലരൊക്കെ കേൾക്കുന്ന ചിലരൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു, എൻ്റെ തീയുടെ അനുഭവങ്ങൾക്കായി സ്തോത്രം, ഇങ്ങനെ തീയിലൂടെ കൊണ്ടുപോയതിനായി സ്തോത്രം. കാരണം ഞാൻ വെയിലത്ത് വാടത്തില്ല. എത്ര പ്രശ്നം വന്നാലും അവൻ കർത്താവിന് വേണ്ടി നിൽക്കുവാനുള്ളൊരു ശക്തി, ഒരു ആത്മീയ ബലത്തെ എൻ്റെ ദൈവം എൻ്റെ ആത്മീയ മനുഷ്യനെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേൽക്കാർ ഇന്ന് വരെ യുദ്ധം ചെയ്തിട്ടുള്ള 430 വർഷമായി യുദ്ധം കാണാത്ത, ആയുധങ്ങൾ എടുക്കാത്ത മിസ്രൈമ്യരെ ആമേൻ നേരെ നിൽക്കാൻ കഴിയാത്തവർ ആമേൻ അതേ ചെങ്കടൽ കടന്നപ്പോൾ ശക്തന്മാരാക്കി ദൈവം മാറ്റിയത് ആമേൻ യുദ്ധം ചെയ്യിപ്പിച്ചതാ. ഹല്ലേലൂയ. ചില പോരാട്ടങ്ങളൊക്കെ ഉള്ളത് നല്ലതാ. സ്തോത്രം. ആ പോരാട്ടത്തിൽ നമ്മളെ കർത്താവ് ജയം നൽകും. അതുമാത്രമല്ല നമ്മുടെ ശക്തിയെ വർദ്ധിപ്പിക്കും. ശക്തിയെ വർദ്ധിപ്പിക്കും. ആയുധങ്ങളെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കും. മുന്നോട്ടുള്ള ചിലതിനെ പിടിച്ചെടുക്കുവാൻ, ചില മണ്ഡലങ്ങളെ കീഴടക്കുവാൻ, അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ വൻകാര്യങ്ങൾ നമ്മളോട് ചെയ്തെടുക്കുവാൻ ദൈവത്തിന് സാധിപ്പിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ യുദ്ധം ആവശ്യമാണ്. നമുക്ക് പോരാട്ടമുള്ളത് സ്തോത്രം ഹല്ലേലൂയ മനുഷ്യനോടല്ല, ഭവനത്തിലുള്ളവരല്ല, അയൽപക്കംകാരനല്ല, ആമേൻ ഓഫീസിലുള്ളവനല്ല, അപ്പുറത്ത് ശുദ്ധം ചെയ്യുന്നവനല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ സർവായുധ വർഗത്തോടും. അതിനുള്ള പോരിൻ്റെ ആയുധങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ശക്തിയാണ്. നമുക്ക് വേണ്ടത് ശക്തിയാണ്. നമുക്ക് വേണ്ടത് ശക്തിയാണ്. ഈ കൈ കൊണ്ടൊന്നും പറ്റത്തില്ല, മസിൽ പവർ കൊണ്ട് പറ്റത്തില്ല, പ്രായം കൊണ്ട് പറ്റത്തില്ല. നമുക്ക് വേണ്ടത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. ഭക്തിയുടെ വേഷമല്ല, ശക്തി ധരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. അനേകർ വേഷം ധരിക്കുന്നുണ്ട്, പക്ഷേ ശക്തിയില്ല. നമുക്ക് വേണ്ടത് ശക്തിയാണ്. അതിനകത്ത് ഞാൻ ഉൾപ്പെടും. പക്ഷേ ഞാൻ എന്ന് പറയും എനിക്ക് ശക്തി വേണം. എത്ര പറയും കർത്താവേ എനിക്ക് ശക്തി, ഇത് പോരാ. ചിലത് കീഴടക്കാൻ ഇനിയുണ്ട്, ചിലതിനെ മറികടക്കാൻ ശക്തി. യേശു ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്നളയാൻ സാധിക്കത്തില്ല. യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ എണ്ണീട്ട് വേണം പോകാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കർത്താവ് പറഞ്ഞ ഒരു ജയമാണോ ബലവാനെ പിടിക്കാനുള്ള, ആ ബലവാനെ മറികടക്കുവാനുള്ളൊരു ശക്തി നമുക്ക് വേണം. അപ്പോൾ ആ ശക്തി കർത്താവ് നമുക്ക് മേൽ പരട്ടെ. ആമേൻ. തൊട്ടാവാടി നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഒരിടത്തും കാണാറില്ല. പെട്ടെന്ന് എമോഷണൽ ആകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അതിനെ മാറ്റും. ഹല്ലേലൂയ. ഈ ദൈവശക്തി വരുമ്പോൾ ചിലരൊക്കെ നമ്മളെ മുറിവേൽപ്പിച്ചു. പക്ഷേ അതിൻ്റെയൊക്കെ മധ്യത്തിൽ ഞാൻ എൻ്റെ ജീവിത അനുഭവം കൊണ്ടുപോയി, ചിലതൊക്കെ അനുഭവത്തിലൂടെ എന്നെ പെട്ടെന്ന് ഇമോഷണലാക്കുന്ന പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ അതിൻ്റെ മധ്യയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നമ്മുടെ മേൽ പകർന്ന് ഈ ദിവസങ്ങളും ശക്തന്മാരാക്കി. എമോഷണലി യു വിൽ ഗോഡ് ബിക്കം മേക്ക് യു സ്ട്രോങ്. മാനസിക തലങ്ങൾ പെട്ടെന്ന് ഡൗൺ ആകുന്ന ആരുണ്ടോ? ഇന്ന് കഥാവ് പറ, കഥാവ് എൻ്റെ മനസ്സ് ഈ ദിവസങ്ങളിൽ ഞാൻ താഴ്ന്നു പോകാൻ സമ്മതിക്കത്തില്ല. ദൈവം അതിനുള്ള ശക്തി പകരും. ചിലതിനെ നേരിടാനുള്ള ശക്തി എൻ്റെ മേൽ ദൈവം പകരും. ആരൊക്കെ എന്തൊക്കെ പറയുന്നതെന്ന് എനിക്കൊരു വിഷയമല്ല. ദൈവം എന്നെപ്പറ്റി എന്ത് പറയുന്നുള്ളതാണ് വിഷയം. ദൈവം എന്നെ എന്താക്കി തീർന്നു എന്നുള്ള വിഷയം. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് എൻ്റെ കണ്ണുകളൊന്ന് തുറക്കണമേ കർത്താവേ. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് തിരിച്ചറിയുന്ന പറയാം. ഹല്ലേലൂയ. ഞാനൊരു പോരാളിയാണ്, ഞാനൊരു ദൈവവൈദ്യനാണ്. ഹല്ലേലൂയ. I can do all things through Christ. I can do all things through Christ. I am more than a conqueror through Christ. ഞാൻ ജയാളിയല്ല, ജയത്തിനപ്പുറത്തുള്ള ആളിയാണ്. ആമേൻ. മോർ ദാൻ എ കോൺകറർ എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമ്മുടെ സമയത്തിൻ്റെ പരിമിതികൾ ആമേൻ നമുക്ക് തീരുകയാണല്ലോ. നമുക്ക് ആ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. കാത്തിരിക്കുന്നവരുടെ മേൽ ദൈവം ആ ശക്തിയെ പകരും. നമ്മുടെ വീക്ക്നെസ്സിലാണ് അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിനെ കുത്തുവാൻ ഒരു ദൂതനെ ദൈവം അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലേക്ക് സമയമുള്ള വായിച്ചാൽ 2 കൊരിന്ത്യർ 12 പറയുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നുണ്ട്, പൗലോസേ, നിനക്ക് ഞാൻ ചില ബലഹീനതകൾ തന്നിട്ടുണ്ട്, അത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നതാണ്. നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, വെളിപ്പാട് ആധിക്യത്താൽ നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, സ്തോത്രം, നിൻ്റെ മേലൊരു ശൂലം ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നം നിനക്ക് വരുമ്പോഴും നീ ദൈവസന്നിധി കരയും. സ്തോത്രം. ദൈവസന്നിധി കരയുമ്പം ആ ബലഹീനതയ്ക്കുള്ളിൽ ദൈവശക്തി ഇറങ്ങും. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയും, കർത്താവേ, ഇപ്പം മനസ്സിലായി, ഞാൻ നെഗളിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിൽക്കുന്നത് കൃപയാലാ, ഞാൻ നിൽക്കുന്നത് കൃപയാലാ. യേശു പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി പൗലോസേ. നിനക്ക് വലിയ ചില ശക്തിയൊന്നും നീ പ്രാപിച്ചിട്ടില്ലെങ്കിലും, നിൻ്റെ ബലഹീനതകൾ അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിലും, നീ ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ വിഷയം വരുമ്പോൾ കരയാൻ തയ്യാറാകുക. എൻ്റെ കൃപ നിൻ്റെ മേൽ ഞാൻ പകർന്ന് നിന്നെ ഞാനൊരു ജയാളിയാക്കി ആ കൃപയ്ക്കുള്ളിൽ ഞാൻ നിന്നെ നിർത്തി. ഒരു ബലഹീനതയ്ക്കുള്ളിൽ ദൈവശക്തി ഇറങ്ങിയാൽ, ഹല്ലേലൂയ, ചില ശൂന്യതകളുടെ മേൽ ദൈവത്തിന് ആത്മാവിൻ്റെ ശക്തി ഇറങ്ങിയാൽ ഒരു നിറവ് കർത്താവ് തരും. ഹല്ലേലൂയ. ചിലതിൻ്റെ മേൽ ക്ഷേമെടുക്കുവാനുള്ളൊരു കൃപ ഞാൻ നിനക്ക് പറയും. കൃപയെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ അർഹിക്കാതെ, നമ്മൾ ചെയ്യാതെ നമ്മുടെ മേൽ പകരുന്ന. തലേദിവസം രാത്രി കിടന്ന് ഉറങ്ങിയില്ലെങ്കിലും പിറ്റേ ദിവസം എഴുന്നേറ്റാൽ ഭയങ്കര ക്ഷീണമാണ്. സ്വതം എനിക്കൊന്നൊരു ക്ഷീണമില്ല, കാരണം കൃപയാണ്. അധികമൊന്നും ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും. ഹല്ലേലൂയ. അത് കൃപയുടെ ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷേ മഹാകൃപ, കർത്താവിൻ്റെ കൃപ, നമ്മളെ രക്ഷിച്ച കൃപയാണ്. അതിലും വലിയ കൃപയാണ്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബലം കൊണ്ടൊന്നുമല്ല, നമ്മുടെ ആയുസ്സിൻ്റെ ബലം കൊണ്ടൊന്നുമല്ല. നമ്മൾ ജീവിക്കുന്നത് ദൈവശക്തിയുടെ ആഴങ്ങൾക്കുള്ളിൽ. ഈ ദിവസങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഞാൻ എൻ്റെ ബലഹീനതകൾ പ്രശംസിക്കും. ആമേൻ. കാരണം അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും. കാരണം എൻ്റെ ബലഹീനതകളാണ് എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തുന്നത്, ദൈവശക്തി വെളിപ്പെടുത്തുന്നത്, ദൈവത്തിൽ ആശ്രയം എൻ്റെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും മറ്റുള്ളവരുടെ ബലഹീനതകൾ നമുക്ക് ചൂണ്ടാതിരിക്കാം. മറ്റുള്ളവരുടെ ബലഹീനത ചൂണ്ടുമ്പോൾ നമ്മുടെ ശക്തി കുറയാൻ നോക്കാം. മറ്റുള്ളവരുടെ ബലഹീനതകൾ നമുക്ക് കവർ ചെയ്യാൻ തയ്യാറാകാം. മറ്റൊരാൾ നമുക്ക് ശക്തിപ്പെടുത്തുമ്പോൾ നമുക്കും ശക്തി വരും. ഹല്ലേലൂയ. മറ്റ് ശക്തന്മാർ എഴുന്നേക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? നമ്മളെക്കാളും ശക്തന്മാർ എഴുന്നേക്കട്ടെ. കർത്താവരെ എഴുന്നേൽപ്പിക്കട്ടെ. ഒരു പുതിയ തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. നമ്മളുടെ ശക്തന്മാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ അനേകരെ ശക്തിപ്പെടുത്തുന്നവരായി മാറ്റാം. മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്നവരല്ല, മറ്റുള്ളവരെ ഉറപ്പിക്കുന്നവരാക്കി ദൈവം നമ്മളെ മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ കൂടുതൽ വെളിപ്പെടും. നമ്മൾ കൊയ്യുന്നത്, നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ കൊയ്തിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിലും ആ ശക്തി നമ്മുടെ മേൽ പകരുവാൻ നമുക്ക് ഏൽപ്പിച്ചു. നമ്മുടെ ശരീരങ്ങളെ ഒരു യാഗമായി ഏൽപ്പിക്കാം. കർത്താവ് യേശുക്രിസ്തുവിനെ മരിച്ചു എന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതെങ്കിൽ, അതേ ആത്മാവിനാൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിനാൽ നമ്മുടെ മർത്യ ശരീരങ്ങൾക്ക് കർത്താവ് ജീവൻ നൽകും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മരണത്താൽ മാറുന്നതല്ല, മരണത്താൽ പിരിയാത്തൊരു ബന്ധമാണ് കർത്താവുമായിട്ടുള്ളത്. ആമേൻ. യേശു ക്രിസ്തു മരിച്ച് ശരീരത്തിൽ ജീവനില്ലാതെ വന്നപ്പോൾ, ആ 3-ാം ദിവസത്തിന് ശേഷം ആ ദൈവശക്തി യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഇറങ്ങിയപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിന് ജീവൻ വെച്ചു. മരിച്ച 3 ദിവസത്തിന് ശേഷം യേശുവിൻ്റെ ശരീരത്തിൽ ശക്തി, ആ ദൈവശക്തി കടന്നു വന്നപ്പോൾ കർത്താവിൻ്റെ ശരീരത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചു. അതാണ് റോമർക്ക് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ മരിച്ചു ഉയർപ്പിച്ച അതേ ആത്മാവാണ്. ആമേൻ. കിട്ടിയെങ്കിൽ നമുക്ക് വായിച്ചിട്ട് നമുക്ക് പഞ്ചത്തിൽ നിന്ന് വിരമിക്കാം. യേശു ക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങൾക്കും. അതിന് 11-ാം അധ്യായം 11-ാം വാക്യം. യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നമ്മൾ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. നമുക്ക് ഒരു ഗ്ലോറിയസ് ബോഡി കർത്താവ് തരുന്നതും ആ ശക്തി, ഇന്ന് നമ്മുടെ ശക്തി, കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിന് മേലുണ്ടെങ്കിൽ ഒരു ദിവസം ഈ മർത്യ ശരീരത്തിന് മാറ്റം വരും. കർത്താവ് അനുവദിച്ചാൽ മറ്റൊരു സമയത്താണെങ്കിൽ നമുക്ക്
ചില കാര്യങ്ങൾ കൂടി പരിശുദ്ധാത്മാവ് നമുക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് തുടർന്നും കർത്താവ് നമ്മളോട് ഇടപെടുവാൻ കർത്താവ് നമ്മളെ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് കടന്നു പോകുവാൻ, ചിലത് ഈ ദിവസങ്ങളിൽ വെല്ലുവിളിക്കുന്ന ചിലതിൻ്റെ മേൽ ക്ഷയമെടുക്കുവാൻ നമുക്കൊരു ശക്തിയെ കർത്താവ് ദിവസം അയക്കുവാനായിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒരു പാട്ട് കൂടി പാടി പ്രധാനം അനുദിനം ആരാധിപ്പാൻ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, മഞ്ഞുടർന്ന് ശോഭിക്കുവാൻ. ശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ, അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കുന്ന കൃപയാൽ, അന്ധകാര ശക്തികളെ മാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാട്ടിടുമ്പോൾ തുറന്നിടുക നൽകിയിടുക, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. ദേശം നിറയും മറുയാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാട്ടിടുമ്പോൾ തുറന്നിടുക നൽകിയിടുക, ഞാൻ എഴുന്നേറ്റു ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കുന്ന കൃപയാൽ, അന്ധകാര ശക്തികളെ അഭിഷേകം ചെയ്യുക, ഓ വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ വൻ കോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം ചെയ്യുക, വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ വൻ കോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കുന്ന കൃപയാൽ, അന്ധകാര ശക്തികളെ ശക്തികളെ ജയിക്കും ജനാകൃപയാൽ, അന്ധകാര ശക്തികളെ ജയിക്കും ജനാകൃപയാൽ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദിവസങ്ങളിലും ചില ശക്തി കേന്ദ്രങ്ങൾ തകരുവാൻ നമ്മൾ പല ശക്തന്മാരെയും കാണാറുണ്ട്. എന്നാൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അനേക അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്യുന്നത്, പക്ഷേ നമുക്കതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന ശക്തി കേന്ദ്രങ്ങളെ തകർക്കുവാൻ എനിക്ക് ശക്തി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ആ ശക്തിയാൽ ദൈവനെ നിറച്ചിരിക്കുന്ന വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ദിവസങ്ങൾ നിറയ്ക്കാൻ പോകുന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ, ചില കോട്ടകൾ എനിക്ക് മുമ്പിൽ നിൽക്കുന്നത്, മുന്നോട്ട് പോകാൻ തടസ്സമായി വ്യാപരിക്കുന്നത്, ചിലത് യേശുവിൻ്റെ നാമത്തിൽ എന്നിലൂടെ തന്നെ ഞാൻ അതിൻ്റെ ക്ഷയമെടുക്കും. ഞാൻ പടക്കൂട്ടുന്നതിനെ പാഞ്ഞു ചെല്ലും. ഞാൻ ആ മതിലിനെ ചാടിക്കിടക്കും. മതിലിനെ തകർക്കണ്ട, മതിലിനെ ഞാൻ ചാടിക്കിടക്കാൻ തക്കവണ്ണം ഒരു ദൈവശക്തിയെ ദൈവം അയക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏൽപ്പിക്കുക. ഈ ദിവസങ്ങൾ ദൈവപ്രവർത്തികൾ ജീവിതത്തിന്മേൽ വെളിപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. നമുക്ക് ഈ ശക്തി പോലെ കർത്താവേ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഇതിലും ശക്തിയോടെ
ഞങ്ങളെ കർത്താവെ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ പുറത്തിറങ്ങി ശക്തിയോടെ കർത്താവിൻ്റെ നാമത്തെ അവർ പ്രകീർത്തിച്ചു. ദൈവത്തിന് സാക്ഷികളായ ദൈവരെ മാറ്റിയെങ്കിൽ ഇന്നും പകലും നമ്മളെ ശക്തിയോടെ തന്നെ ഈ ദിവസങ്ങൾ നിലനിർത്താൻ കഴിയുന്ന ദൈവ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഏകപിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രനായ മഹത്വത്തിൽ വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ഏകപരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും സഹവാസവും ശക്തിയും നമ്മളെല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവരേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മളെ ജയത്തോടെ നമ്മൾ നടത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. ശാലോം, കർത്താവിന്റെ സമാധാനവും നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ആഴ്ച ദൈവം നമുക്ക് വീണ്ടും നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.